Hello, everyone. How are you? Good evening, Miss. Good evening. Good evening. Good evening, ma'am. Good evening, madam. Good evening. Good evening. Good evening, ma'am. Good evening. മഴയുണ്ടോ എല്ലായിടത്തും? മഴ. How's the rain? മഴയുണ്ട്. അത്യാവശ്യം മഴയുണ്ട്. നല്ല മഴയാണ്. Heavy rain ആണ്. ആ ഇവിടെ ഭയങ്കര മഴയുണ്ട്. വൈകുന്നേരം തൊട്ട് നിർത്താതെ പെയ്യണേണ്. നല്ല കാര്യമായിട്ട് തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. Is this visible to you, all of you? Yes, Miss. Yes, ma'am. Yes. Good evening, ma'am. Okay. Good evening. Good evening. Now you can all Good mute your evening, mute ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്ക്. Let's start our class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മ ഇൻട്രൊഡക്ഷൻ വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്? Yes. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒന്ന് കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ബിഗിനിങ് ഓഫ് എ ലെസൺ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഗ്രീറ്റ് ചെയ്യും. നമ്മൾ കുട്ടികളെ ഗ്രീറ്റ് ചെയ്യും. വെദർ ഇസ് മോർണിംഗ് ആണ്, ആഫ്റ്റർനൂൺ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുട്ടികളെ ഗ്രീറ്റ് ചെയ്യും. ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡു ഇസ് ടു ഗ്രീറ്റ് ദ സ്റ്റുഡൻസ്, അല്ലെ? നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പ്രയർ ചൊല്ലില്ല. പ്രയർ ചൊല്ലില്ല. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലോ, ആരാണ് ഈ പ്രയർ ചൊല്ലുന്നത്? സ്പെസിഫിക് ആള് ആരെങ്കിലും ഉണ്ടോ പ്രയർ നിങ്ങളുടെ കൂട്ടത്തില് പ്രയർ ചൊല്ലുന്നത്? അങ്ങനെയല്ല, ഓരോ ദിവസം ചെല്ലുക ചെയ്യുന്നത്. അവര് തന്നെ പ്രിപ്പയർ ചെയ്ത പ്രെയർ ഓരോരുത്തർ ചെല്ലുക ചെയ്യുന്നത്. ഓ, അങ്ങനെയാണ്. ഇന്നാരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. ഇന്നാരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇന്നാരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കം അപ്പ് ആൻഡ് റിസൈറ്റ് യുവർ പ്രയർ. ആരുമില്ലേ? ടീച്ചറെ ഞാൻ ചൊല്ലാം. എന്റെ പേര് സിയ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സ്റ്റാർട്ട്. തുടങ്ങട്ടെ? തുടങ്ങി. Dear God, keep me happy today. Dear God, help me to do works. Dear God, bless me, my parents. Dear God, bless me, my teachers and friends. Dear God, bless me also. Oh God, and keep us all in happiness. Thank you, God, for everything. Wow, very good, very good. എന്താ പേര് പറഞ്ഞത്? സിയ. സിയ, വെരി ഗുഡ്, വെരി ഗുഡ്. സിയ തനിയെ ക്രിയേറ്റ് ചെയ്തതാണോ പ്രയർ? അതെ. വെരി ഗുഡ്. ഓ, വെരി ഗുഡ്. ഓക്കെ. എല്ലാരും ഓണായിട്ടാ ക്രിയേറ്റ് ചെയ്യേണ്ട മിസ്സേ. അതൊരു അസൈൻമെന്റ് ആയിരുന്നു. അസൈൻമെന്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ജിഷ മിസ്സിന്റെ അസൈൻമെന്റ് ആയിരുന്നോ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. മിസ് ഭയങ്കര ക്രിയേറ്റീവാ. യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും ഇതേപോലെ പ്രയർ ചൊല്ലിയിട്ടാണല്ലേ ക്ലാസ്സിൽ കയറണത്? യെസ് മാം. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ ഓക്കെ, ജസ്റ്റ് മ്യൂട്ട് യുവർ മൈക്സ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ. അപ്പൊ നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ ബിഗിനിങ് ഓഫ് ദ ലെസൺ ഇൻട്രൊഡക്ഷൻ ആദ്യം ഗ്രീറ്റ് ചെയ്യുക. then you should introduce yourself to the students. ഒരു ചെറുതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്തില്ലേ, ഇൻട്രൊഡക്ഷൻ. now let's move on to next item, that is checking the attendance. ചെക്കിംഗ് അറ്റൻഡൻസ്. ഒരു ക്ലാസ്സിലേക്ക് കയറി ചെന്നതിന് ശേഷം നമ്മ ടീച്ചർ കുട്ടികളുടെ അറ്റൻഡൻസ് ചെക്ക് ചെയ്യൂലേ, അതാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മിസ് ടീച്ചർ എന്തായിരിക്കും പറയേണ്ടത്? റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു കോൾ ദ റോൾ നമ്പർ. റോൾ നമ്പർ മീൻസ് അറ്റൻഡൻസ് എടുക്കണമെന്നാണ്. ആ റോൾ നമ്പർ അല്ലെങ്കിൽ റോൾ എന്നായാലും ഇറ്റ് ജസ്റ്റ് മീൻസ് ദ അറ്റൻഡൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റൈറ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് ദ അറ്റൻഡൻസ് ഓർ ഐ എം ഗോയിങ് ടു കോൾ യുവർ നെയിംസ് ഒക്കെ നമുക്ക് അറ്റൻഡൻസ് വിളിക്കുന്നതിന് യൂസ് ചെയ്യണ കുറച്ച് സെന്റൻസസ് ആണ്.
ഇനി ഇവിടെ ഓക്കെ ക്വൈറ്റ് നൗ പ്ലീസ്. അപ്പൊ കുട്ടികൾ ബഹളം വെക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദീസ് വേർഡ്സ്. ക്വൈറ്റ് നൗ പ്ലീസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൂ. ലെറ്റ്സ് സീ ഹു ഇസ് ആബ്സെന്റ്. ഹു ഇസ് ആബ്സെന്റ് എന്ന് വെച്ചാൽ ആരാണ് ആബ്സെന്റ്. ഇഫ് എവ്രിവൺസ് ഹിയർ എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ പ്രസന്റ് അല്ലേ. കാരണം കുട്ടികളെ ചോദിക്കണേ കുട്ടികളോട് അറ്റൻഡൻസ് എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് കുട്ടികളോട് അറ്റൻഡൻസ് എടുക്കണതിന്റെ കൂട്ടത്തിലുള്ള. Then can anyone tell when Lina will be back? ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ലീന ഒരു മേ ബി ഒരു ആബ്സെന്റ് ആയ ഒരു കുട്ടിയാണ് ലീന. ലീന എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ആർക്കെങ്കിലും എന്നോട് പറയാൻ പറ്റുമോ? ഒരു കുട്ടി ആബ്സെന്റ് ഉണ്ടെങ്കിൽ ടീച്ചറിന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ. അതാണ് ആ സെന്റൻസ് പറയണത്. നെക്സ്റ്റ്, യു ഹാവ് ബീൻ ആബ്സെന്റ് ഫോർ 3 days. യു ഹാവ് ബീൻ ആബ്സെന്റ്. ഒരു കുട്ടി ആബ്സെന്റ് ആയ കുട്ടി തിരിച്ചന്ന് ക്ലാസ്സിൽ വന്നിരിക്കണേണ്. അപ്പൊ ആ കുട്ടീനോട് ചോദിക്കണേണ് 3 ദിവസമായിട്ട് മോൻ അല്ലെങ്കിൽ മോള് ആബ്സെന്റ് അല്ലായിരുന്നു. യു ഹാവ് ബീൻ ആബ്സെന്റ് ഫോർ 3 days. 3 ദിവസമായിട്ട് ആബ്സെന്റ് ആയിരുന്നില്ലേ? ഹാവിൻറ്റ് യു അല്ലേ ആണ് ഹാവിൻറ്റ് യു ചോദിക്കുന്നത്. വാട്ട് വാസ് ദ മാറ്റർ? വാട്ട് വാസ് ദ മാറ്റർ മീൻസ് എന്താ കാര്യം, എന്തായിരുന്നു കാര്യം. അപ്പൊ എന്തായിരിക്കും ആൻസർ? മേ ബി ഇങ്ങനെ ഒരു ആൻസർ, യെസ് ഐ വാസ് ഇൽ. ഇൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലായിരുന്നു. മിസ്സേ എനിക്ക് സുഖമില്ലായിരുന്നു എന്ന് കുട്ടി പറയും. വൈ വേർ യു അവേ ഇത് തന്നെ വാട്ട്സ് ദ മാറ്ററിന് പകരം നമുക്ക് ചോദിക്കാൻ പറ്റിയ വേറെ സെന്റൻസസ് ആണ് ഇതെല്ലാം. വൈ വേർ യു അവേ, ഹാവ് യു ബീൻ ഇൽ, എന്താ വരാതിരുന്നത്, സുഖമില്ലായിരുന്നോ, അതൊക്കെ ടീച്ചറിന് കുട്ടികളോട് ചോദിക്കാം. യെസ് ഐ ഹാഡ് എ കഫ് എന്ന ആൻസർ വരുവാണെങ്കിൽ, കഫ് മീൻസ് കഫ് എന്ന് വെച്ചാൽ ചുമ. ചിലപ്പോ കുട്ടി പറയാം എനിക്ക് ചുമയായിരുന്നു, അല്ലെങ്കിൽ ഐ ഹാഡ് എ ഫീവർ, ഐ വാസ് നോട്ട് വെൽ, ഐ വാസ് ഇൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഹി ഓർ ഷീ വാസ് ആബ്സെന്റ് ഫ്രം ദ ക്ലാസ്. നെക്സ്റ്റ് ഇസ് ആർ യു ഫീലിംഗ് ബെറ്റർ നൗ, അല്ലെങ്കിൽ ഡു യു ഫീൽ ബെറ്റർ നൗ എന്ന് ചോദിക്കുന്നത് എന്താ അതിന്റെ മീനിങ്? നിനക്കിപ്പോ കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ബെറ്റർ, ഫീലിംഗ് ബെറ്റർ, ശരിയായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഫീൽ ബെറ്റർ നൗ, അല്ലെങ്കിൽ ആർ യു ഫീൽ ബെറ്റർ, ആർ യു ഫീലിംഗ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ബെറ്റർ ആയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്തായിരിക്കും? യെസ്, യെസ് മാം, യെസ് താങ്ക് യു ഒക്കെ ആൻസർ കിട്ടാം. യു വിൽ ഹാവ് ടു ക്യാച്ച് അപ്പ് വോണ്ട് യു. ദാറ്റ് മീൻസ് എന്താണ്? യു വിൽ ഹാവ് ടു ക്യാച്ച് അപ്പ്. കുറച്ച് ദിവസമായില്ലേ ലീവ്, അപ്പൊ എടുത്തു പോയ ലെസൺസ് ഒക്കെ ക്യാച്ചപ്പ് ചെയ്ത് എടുക്കില്ലേ? വോണ്ട് യു ഇല്ലേ? വോണ്ട് യു എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. തിരിച്ച കുട്ടീനോട് ചോദിക്കണേണ്, അല്ലേ എടുക്കില്ലേ, ക്യാച്ചപ്പ് ചെയ്ത് എടുക്കില്ലേ എന്നാണ് കുട്ടീനോട് ചോദിക്കണേണ്. കം ആൻഡ് സീ മീ ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ, ഇപ്പൊ ഒരുപാട് നോട്ട്സ് ഒക്കെ പെൻഡിങ് ആയിട്ടുള്ള കുട്ടിയാണ്, കുറെ ദിവസം ലീവ് ആയി കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് കം ആൻഡ് സീ മീ ആഫ്റ്റർ ദ ക്ലാസ്. ക്ലാസ് കഴിഞ്ഞിട്ട് യു ക്യാൻ കം ആൻഡ് സീ മീ, ക്ലാസ് കഴിഞ്ഞിട്ട് നീ എന്നെ വന്ന് കാണ്. ഓക്കെ, സ്റ്റേ ബിഹൈൻഡ് ആഫ്റ്റർ ദ ലെസൺ, ഐ വിൽ സീ യു, ഓർ റൈറ്റ് നൗ വി വിൽ ഗെറ്റ്. അപ്പൊ ഒരു ഇത് പറഞ്ഞ സിറ്റുവേഷൻസ്, ഒരു കുട്ടി ആബ്സെന്റ് ആയി ഇരുന്ന ഒരു കുട്ടി ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ടീച്ചറിന് കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് റൈറ്റ് നൗ വി വിൽ നൗ ഗെറ്റ് ഓൺ വിത്ത് ദ ലെസൺ റെഡി. അതെന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഇപ്പൊ അറ്റൻഡൻസ് എടുക്കാറുണ്ടല്ലോ, അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞ് ആബ്സെന്റ് ആയ കുട്ടീനോട് എന്താണ് കാര്യം, വാട്ട് വാസ് ദ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞ് ഇനി കുട്ടികളോട് പറയുന്നത് റൈറ്റ്, ഇനി നമുക്ക് വി വിൽ ഗെറ്റ് ഓൺ വിത്ത് ദ ലെസൺ, വെച്ചാൽ ക്ലാസ് തുടങ്ങാം, ലെസൺ സ്റ്റാർട്ട് ചെയ്യാം, റെഡി എന്ന് കുട്ടികളോട് ചോദിക്കുന്നതാണ് അത്. അപ്പൊ ഈ പോർഷൻ എന്താ പറഞ്ഞാൽ ചെക്കിംഗ് ദ അറ്റൻഡൻസ്. അപ്പൊ ആദ്യം ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടീച്ചർ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചെക്കിംഗ് ദ അറ്റൻഡൻസ്, അതും കഴിഞ്ഞു. നെക്സ്റ്റ്, നെക്സ്റ്റ് പോർഷൻ ഇസ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഇൻ ദ ക്ലാസ് റൂം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഫിസിക്കൽ കണ്ടീഷൻ, ഇപ്പൊ ക്ലൈമറ്റ് ആണ് അവിടെ കൂടുതലും നമ്മൾ എംഫസൈസ് ചെയ്ത് പറയണത്. ഇപ്പൊ ചൂടാണെങ്കിൽ റാദർ ഇറ്റ് ഈസ് ഹോട്ട്, അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാം കുട്ടികൾ, ഭയങ്കര ചൂടുള്ള സമയമാണെങ്കിൽ ഇറ്റ് ഈസ് ഹോട്ട്, ഇറ്റ് ഈസ് ഹോട്ട്, ഇറ്റ് ഈസ് സണ്ണി എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഭയങ്കര ചൂടുള്ള സമയമാണെങ്കിൽ അല്ലെ കുട്ടികളോട് ജസ്റ്റ് ഒരു ചിറ്റ്, ഭയങ്കര ചൂടല്ലേ, സണ്ണി ഇൻ ദിസ് റൂം, ഹോട്ട് ഇൻ ദിസ് റൂം, ഇവിടെ ഭയങ്കര ചൂടാണല്ലേ. അപ്പൊ ചിലപ്പോ കുട്ടികളൊപ്പം എന്താ പറയും, യെസ് ഇറ്റ് ഈസ്. ചിലപ്പോ അവരില്ലെങ്കിൽ നോ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല മിസ്സേ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഹോട്ട് ആണെങ്കിൽ ഇനി ബ്രൈറ്റ്, ടു ബ്രൈറ്റ് ആണെങ്കിൽ നല്ല തെളിഞ്ഞൊരു ദിവസം, അതാണ് ബ്രൈറ്റ്. കോൾഡ് ആണെങ്കിൽ കോൾഡ് എന്ന് പറയാം,
ഡാർക്ക് ആണ്, ഇറ്റ് ഇസ് വെരി ഡാർക്ക്. മഴയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇനി തന്നെ ജൂൺ ജൂലൈ ആ ഒരു സമയമൊക്കെ കോൾഡും ആയിരിക്കും, ഡാർക്കും ആയിരിക്കും. ഐ മീൻ മഴയുള്ള സമയത്തൊക്കെ ഡാർക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കാം. ഇറ്റ് ഇസ് വെരി ഹോട്ട്, ഇറ്റ് ഇസ് വെരി സണ്ണി, അതൊക്കെ ചൂടുള്ള സമയത്തിന് കാണിക്കുന്നതും. ബ്രൈറ്റ് ഓൾസോ ആ ഒരു സണ്ണി സിറ്റുവേഷൻ കാണിക്കുന്നതാണ് ബ്രൈറ്റ്. കോൾഡും ഡാർക്കും മഴയുള്ളതോ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് ഡാർക്ക് മൂടിക്കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ക്ലൈമറ്റിനെയൊക്കെയാണ് ഡാർക്ക് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, isn't it rather, don't you think it is too sunny? ഇതും അതേ ഇത് തന്നെ, വേറെ കുറച്ച് വേർഡ്സ് ആണത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണുള്ളൂ. ഇത് വേറെ ഒന്നുമില്ല, നേരത്തെ ചോദിച്ച പോലെ തന്നെ സണ്ണി, ഹോട്ട്, കോൾഡ്, ഡാർക്ക്, അതിനൊക്കെ വേറെ കുറച്ച് വേർഡ്സ് ആണ്. ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഇസ് ടു സണ്ണി? ഭയങ്കര ചൂടല്ലേ ഇന്ന്, അല്ലെങ്കിൽ ഭയങ്കര വെയിലല്ലേ? ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഇസ് ടു ഹോട്ട് ഇൻ ഹിയർ? ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഇസ് ടു കോൾഡ്? കുട്ടികളോട് ചോദിക്കണേ കേട്ടോ അതൊക്കെ. ദെൻ ഇപ്പൊ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യണം. ഇപ്പൊ ഡാർക്ക് ആണെങ്കിൽ മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ ഭയങ്കര മൂടിക്കെട്ടിയിരിക്കുന്ന സമയമാണെങ്കിൽ ലൈറ്റ് ഇല്ല. അപ്പം നമുക്ക് കുട്ടികളോട് ലൈറ്റ് ഓൺ ആക്കാൻ പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? വുഡ് യു പ്ലീസ് ടേൺ ഓൺ ദ ലൈറ്റ്? ടേൺ ഓൺ, കണ്ടാ, ടേൺ ഓൺ ദ ലൈറ്റ്. വുഡ് യു ടേൺ ഓൺ ദ ലൈറ്റ്? അല്ലെങ്കിൽ പ്ലീസ് കുഡ് യു സ്വിച്ച് ദ ലൈറ്റ്? പ്ലീസ് കുഡ് യു സ്വിച്ച് ദ ലൈറ്റ് ഓൺ? ഓണും കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത്. കുഡ് യു പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് കുഡ് യു സ്വിച്ച് ദ ലൈറ്റ് ഓൺ? അല്ലെങ്കിൽ ഇപ്പൊ ഫാൻ ആണ് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ക്യാൻ സമ്മൺ പുട്ട് ദ ഫാൻ ഓൺ, അല്ലെങ്കിൽ ഓഫ്. ഓഫ് ചെയ്യാനാണെങ്കിൽ ക്യാൻ സമ്മൺ പുട്ട് ദ ഫാൻ ഓഫ്. ഓൺ ആക്കാനാണെങ്കിലോ ക്യാൻ സമ്മൺ പുട്ട് ദ ഫാൻ ഓൺ. അപ്പൊ എന്തായിരിക്കും ആൻസേഴ്സ്? ഇതൊക്കെ അതിന്റെ ആൻസേഴ്സ് ആണ്. ഐ വിൽ ഡു ഇറ്റ് മാം, അല്ലെങ്കിൽ ഐ ക്യാൻ എന്നൊക്കെ കുട്ടികൾ പറയുന്നതിന്റെ ആൻസേഴ്സ് ആണ്. ഇപ്പൊ ആസ് എ ടീച്ചർ, you should if you want to turn on the light or turn on the fan, you could say these words. You can say, will you would you turn the light on? Please could you switch the light on? Can someone put the fan on or off? Can someone switch on the light? ഇതൊക്കെ നമുക്ക് ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ലൈറ്റ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ we can use these words. ഇതാണ് ഫിസിക്കൽ കണ്ടീഷൻ. ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ഫിസിക്കൽ കണ്ടീഷൻസിന് പറയുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഈസ് ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്. അപ്പോൾ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞു, കുട്ടികളോട് ഒരു ചെറിയൊരു ചിറ്റ്ചാറ്റ് പോലെയൊക്കെ കഴിഞ്ഞ് ടീച്ചർ ഇസ് കംഫർട്ടബിൾ അവിടെ ക്ലാസ്സിലേക്ക് വന്ന് എല്ലാവരും, ഞാൻ ഈ ഇത് പറയുമ്പോൾ യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ എവ്രിവൺ പ്ലീസ് ലിസൺ and everyone please imagine that you are in a class right now. You are a teacher and you are in a class right now. അപ്പൊ നമ്മൾ അതൊന്ന് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നമ്മൾ ആ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്, അതായത് സീറ്റിംഗ് ബുക്സ്, ബ്ലാക്ക് ബുക്ക്. ഓക്കെ, അപ്പൊ ഗെറ്റിംഗ് ഓർഗനൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഒന്ന് ഇരുത്തി, നെക്സ്റ്റ് ക്ലാസ് എടുക്കണ്ടല്ലേ, അപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വില്ലന്മാരായിരിക്കുമല്ലോ, അപ്പൊ അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഇരുത്തി യു ഷുഡ് get everything organized. Organized means എല്ലാം നല്ല കറക്റ്റ് ഓർഡറിൽ. അപ്പൊ ചിലര് ബുക്സ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, ചിലവര് ബാഗ്സ്, പിന്നെ അതേപോലെ തന്നെ ബെഞ്ചും ഡെസ്കും ഒക്കെ അങ്ങനെ ഇങ്ങനൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഇതാക്കി കറക്റ്റ് ആയിട്ട് ഓർഡറിലാക്കി വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ക്ലാസ് തുടങ്ങാൻ. ഒരു ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കേണ്ട കുട്ടികൾ. അപ്പം അതിനുള്ള കുറച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചറിന് പറയാൻ പോണേന്ന്, പറയാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സെക്ഷനിൽ പറയണത്. ഫസ്റ്റ് വൺ, ഇപ്പൊ നമുക്ക് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം, ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യാൻ നമുക്ക് കുട്ടികളോട് പറയാം. അപ്പൊ എങ്ങനെ അത് പറയാം? ക്യാൻ സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്? ക്യാൻ യു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാൻ സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, ഓർ പ്ലീസ് വുഡ് സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. പ്ലീസ് സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, അല്ലെങ്കിൽ വിൽ സമ്മൺ പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. ആ ബ്ലാക്ക് ബോർഡ് ഒന്ന് ആരെങ്കിലും ക്ലീൻ ചെയ്യോ? ക്ലാസ്സിൽ മോണിറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ലീഡർ വന്നിട്ട് എല്ലാവരും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഓർ ഷീ വിൽ കം അപ്പ് ആൻഡ് ക്ലീൻ ദ ബോർഡ്, അല്ലെ? അപ്പം എന്താണ് അതിന് പറയാനുള്ളത്? ക്യാൻ യു പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ്, പ്ലീസ് വുഡ് സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് ഒക്കെ നമുക്ക് ഒരു ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യാനുള്ളതിന് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഈസ്, ഇനി ഒരു ഫുൾ ബ്ലാക്ക് ബോർഡിൽ ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യണ്ട, ഹാഫ് സെക്ഷൻ മാത്രം ക്ലീൻ ചെയ്യാൻ മതി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും?
ജസ്റ്റ് ക്ലീൻ ദ ഹാഫ് സെക്ഷൻ ഓൺലി, ഹാഫ് സെക്ഷൻ, അല്ലെങ്കിൽ ലീവ് ദിസ് പാർട്ട് നോട്ട് ദിസ് സെക്ഷൻ. ഇതൊക്കെ നമുക്ക് ഏത് പാർട്ടാണ് ക്ലീൻ ചെയ്യേണ്ടതുള്ളതെന്ന് നമുക്ക് കുട്ടികളോട് പറയണമെങ്കിൽ ഇപ്പം വന്ന് ക്ലീൻ ചെയ്യാൻ ആ കുട്ടീനോട് പറയാം, ലീവ് ദിസ് സെക്ഷൻ ഓർ ലീവ് ദിസ് പാർട്ട്, ഡോണ്ട് ക്ലീൻ ദാറ്റ് ബിറ്റ്. ഇതൊക്കെ നല്ല നല്ല വേർഡ്സ് ആണ്. ഡോണ്ട് ക്ലീൻ ദാറ്റ് ബിറ്റ്, ആ പോർഷൻ ക്ലീൻ ചെയ്യണ്ട, ഇനി ഇപ്പുറത്തെ പോർഷൻ മാത്രം ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് പറയാവുന്ന സെന്റൻസസ് ആണ് ഇതൊക്കെ. ജസ്റ്റ് ക്ലീൻ ദ ഹാഫ് സെക്ഷൻ, ലീവ് ദിസ് പാർട്ട് നോട്ട് ദിസ് സെക്ഷൻ, ഡോണ്ട് ക്ലീൻ ദാറ്റ് ബിറ്റ് ഓൺലി ദാറ്റ് പാർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. എത്ര വേണം ക്ലീൻ ചെയ്യണം, എത്ര ക്ലീൻ ചെയ്യാതിരിക്കണം എന്നൊക്കെ കുട്ടീനോട് ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് സെന്റൻസസ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെസ്ക്, കുഞ്ഞിക്കുട്ടികളൊക്കെ ആവുമ്പോൾ ഡെസ്കും ബെഞ്ചും അവര് വില്ലന്മാരായിരിക്കുമല്ലോ കൂടുതലും. അപ്പം അതൊക്കെ ഒരു ഓർഡറിലല്ലെങ്കിൽ നമുക്ക് അവരോട് പറയാം, വിൽ യു ഓൾ സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക്. സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇടാൻ വേണ്ടി, വളഞ്ഞു തിരിഞ്ഞൊക്കെ ആണെങ്കിൽ വിൽ യു പ്ലീസ് സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക്, അതായത് നേരെ ഇട്ട് ഒരു ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കാൻ പറയുന്നത്. മാഡം ഒന്ന് സ്ലോ ആക്കൂ, ക്ലാസ് കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ ഒന്നും കൂടി സ്ലോ ആക്കി പറയാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പോർഷൻ ഒന്നും കൂടി പറയട്ടെ, ഈ ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്. പറഞ്ഞോളൂ മാഡം. ഇതില് പല ഗ്രൂപ്പിലുള്ള ആളുകളും ഉള്ളതാണ്, അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല, സ്പീഡ് ആവുമ്പോഴേ. ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, ഇങ്ങനെ പറയുന്നോട്ടെ, ആർക്കെങ്കിലും എന്റെ ക്ലാസ് സ്പീഡായിട്ട് തോന്നുന്നോ അല്ലെങ്കിൽ എന്ത് സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്നാലും എനിക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. വെരി ഗുഡ്, എല്ലാരും ഒന്ന് എന്നോടും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ സ്പീഡായി പോവും, അപ്പൊ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബി സ്ലോ. ഓക്കെ, ഗെറ്റിംഗ് ഓർഗനൈസ്ഡ് ഈ സെക്ഷനിൽ നമ്മൾ പറയുന്നത് കുട്ടികളെയൊക്കെ ഒന്ന് അടക്കിയിരുത്താം, അതായത് കറക്റ്റ് ഒരു പൊസിഷനിൽ ഒരു ഒബീഡിയന്റ് ആയിട്ട് ഒരു ക്ലാസ് എങ്ങനെ ഇരുത്താം, ഒരു ടീച്ചറിന് എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്നുള്ള കാര്യങ്ങളാണ് ഈ പോർഷനിൽ പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ എ സെക്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. ഒരു ടീച്ചർ ഒരു ബ്ലാക്ക് ബോർഡ് ഒരു കുട്ടീനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ എന്താ പറയേണ്ടത്, ക്യാൻ യു പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, അല്ലെങ്കിൽ പ്ലീസ് വുഡ് സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് പറഞ്ഞ എന്താണ് മീനിങ്, ആരെങ്കിലും ഒന്ന് വന്ന് ബ്ലാക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യുമോ. അപ്പൊ ആരായിരിക്കും വരുന്നത്, മോണിറ്റർ അല്ലെ ക്ലാസ് ലീഡർ വന്ന് ക്ലീൻ ചെയ്യും. അപ്പൊ എന്താ ടീച്ചർ പറയേണ്ടത്, പ്ലീസ് വുഡ് സമ്മൺ ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, പ്ലീസ് ഓർ ഇങ്ങനെ പറയാം, പ്ലീസ് ക്യാൻ യു പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, ആ ബ്ലാക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യോ എന്നാണ് ആ ഫസ്റ്റത്തെ അത് പറയണത്. നെക്സ്റ്റ് സെക്ഷനിൽ ഇപ്പൊ നമുക്ക് ഹാഫ് സെക്ഷൻ ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് മൊത്തം ക്ലീൻ ചെയ്യണ്ട, ഹാഫ് പോർഷൻ മാത്രം ക്ലീൻ ചെയ്യാൻ മതിയെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജസ്റ്റ് ക്ലീൻ ദ ഹാഫ് സെക്ഷൻ, അല്ലെങ്കിൽ ലീവ് ദിസ് പാർട്ട് നോട്ട് ദിസ് സെക്ഷൻ, ഡോണ്ട് ക്ലീൻ ദാറ്റ് ബിറ്റ്. ഡോണ്ട് ക്ലീൻ ദാറ്റ് ബിറ്റ് ആ പോർഷൻ ക്ലീൻ ചെയ്യണ്ട, അല്ലെങ്കിൽ ലീവ് ദാറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ചെയ്യുക, അത് മായ്ക്കണ്ട, ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തു. ലീവ് ദാറ്റ് പാർട്ട് അല്ലെങ്കിൽ ഡോണ്ട് ക്ലീൻ ദാറ്റ് ബിറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോലെ ഹാഫ് മതിയെങ്കിലോ, അല്ലെങ്കിൽ മൊത്തം ക്ലീൻ ചെയ്യണമെങ്കിൽ വുഡ് യു പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലീൻ ചെയ്യും. നമുക്ക് മൊത്തം ക്ലീൻ ചെയ്യണ്ട, ഹാഫ് ഭാഗം കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതിയെങ്കിൽ ലീവ് ദിസ് പാർട്ട് ഒക്കെ, അല്ലെങ്കിൽ ഓർ യു ക്യാൻ സേ ലീവ് ദിസ് സെക്ഷൻ, പ്ലീസ് ക്ലീൻ ദാറ്റ് പാർട്ട് ഓൺലി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പകുതി ക്ലീൻ ചെയ്താൽ മതി എന്നാണുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് പോർഷൻ ആണ് സ്ട്രെയിറ്റൻ, വിൽ യു പ്ലീസ് സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക്. ഇനി ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങണേ, അപ്പൊ ഡെസ്ക് ഒക്കെ ഒന്ന് നേരൊക്കെ ഇടണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയണം, വിൽ യു ഓൾ സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക്, നിങ്ങളുടെ ഡെസ്ക് ഒക്കെ ഒന്ന് നേരെ ഇടാമോ എന്നാണ് ചോദിക്കുന്നത്. വിൽ യു ഓൾ സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക്, ഡെസ്ക് സ്ട്രെയിറ്റ് ആക്കി ഇടോ, സ്ട്രെയിറ്റൻ ചെയ്ത് ഇടോ എന്നാണ് വിൽ യു ഓൾ സ്ട്രെയിറ്റൻ യുവർ ഡെസ്ക്. ദെൻ കുഡ് യു ടു ടൈഡി യുവർ ഡെസ്ക്. ഇനി ചിലവര് ഫുഡൊക്കെ കഴിച്ചാൽ സ്നാക്സ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് there will be bits all around the desk and bench. നമുക്ക് അവരോട് ചോദിക്കാം, കുഡ് യു ടു പ്ലീസ് ടൈഡി യുവർ ഡെസ്ക്. ടൈഡി എന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ആക്കുവോ
എന്നാണ് ടൈഡി. ടൈഡി മീൻസ് നീറ്റ് ആക്കാൻ പറ്റുമോ? നീറ്റിന്റെ വേറൊരു സിനോണിമാണ് ടൈഡി. ടൈഡി യുവർ ഡെസ്ക്, വിൽ യു പ്ലീസ് ടൈഡി യുവർ ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്ക് ഒക്കെ ക്ലീൻ ചെയ്യാമോ? ഇപ്പൊ ലഞ്ചിന് ശേഷമാണെങ്കിലും നമുക്ക് അവിടെ വല്ല ബിറ്റ്സ് ഒക്കെ കിടക്കണമെങ്കിൽ വിൽ യു പ്ലീസ് ടൈഡി യുവർ ഡെസ്ക്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇത് പേപ്പർ ബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പെൻസിൽ ഷാർപ്പൻ ചെയ്ത അതിന്റെ കുറച്ച് വേസ്റ്റ് ഒക്കെ കിടക്കണമെങ്കിലോ നമുക്ക് അവരോട് നമുക്ക് പറയാം പ്ലീസ് ടൈഡി യുവർ ഡെസ്ക്. പ്ലീസ് ടൈഡി യുവർ ഡെസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമോ ആണ് ഉദ്ദേശിക്കുന്നത്. Then put all your books straight. Could you please or would you ഇതെല്ലാം ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യണത് റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പറയണ കുട്ടീനോട്. വുഡ് യു ഇതിൽ ഏത് വേണമെങ്കിൽ വിൽ യു ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫർദർ സെന്റൻസസ് ആണ് ഇതെല്ലാം. പുട്ട് യുവർ ബുക്ക് സ്ട്രേറ്റ്, ബുക്സ് ഒക്കെ നേരെ വെക്കണമെങ്കിൽ അത് പറയാം വുഡ് യു, അല്ലെങ്കിൽ കുഡ് യു പുട്ട് ഓൾ യുവർ ബുക്സ് സ്ട്രേറ്റ് ബുക്ക് ഒക്കെ ഒന്ന് സ്ട്രേറ്റ് ചെയ്യും. Then put that rubbish in the bin. റബ്ബിഷ് എന്ന് വെച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് പേപ്പേഴ്സോ മറ്റേ പെൻസിലിന്റെ ഷാർപ്പൺ ചെയ്ത അതോ അങ്ങനെ എന്തെങ്കിലും റബ്ബിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വുഡ് യു ഓർ കുഡ് യു പുട്ട് ദാറ്റ് റബ്ബിഷ് ഇൻ ദ ബിൻ. ബിൻ എന്ന് വെച്ചാൽ വേസ്റ്റ് ബിൻ, വേസ്റ്റ് പാത്രത്തില് ക്ലാസ് റൂമിൽ ഉണ്ടാവുമല്ലോ ആ ബിന്ന്. അപ്പൊ ആ ബിന്നിൽ കൊണ്ടുപോയി ഇടാൻ കുട്ടീനോട് ഇൻസ്ട്രക്ട് ചെയ്യാനാണ് ടീച്ചർ. അപ്പൊ അതിനെങ്ങനെ പറയാം? വുഡ് യു പ്ലീസ് പുട്ട് ദാറ്റ് റബ്ബിഷ് ഇൻ ദ ബിൻ. ആ റബ്ബിഷ് കൊണ്ടേ ആ വേസ്റ്റ് ബിന്നിൽ ഇടാമോ ചോദിക്കണേ. ഓർ മൂവ് യുവർ ഡെസ്ക് ദിസ് വേ, മൂവ് യുവർ നിങ്ങളുടെ ഈ സ്ഥലത്ത് ഈ ഒരു ഇതിലേക്ക് ഡെസ്ക് നീക്കിയിടും, അല്ലെങ്കിൽ നേരെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. മൂവ് യുവർ ഡെസ്ക് ദിസ് വേ, ഈ വഴിയിലേക്ക് അല്ലെങ്കിൽ ഈ ഇതിലേക്ക് കറക്റ്റ് ആക്കി ഇടാമോ എന്നൊക്കെ ഒരു ടീച്ചറെ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റണ സെന്റൻസസ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് വൺ, ഹാവിൻ യു ബ്രോട്ട് യുവർ ബുക്ക്. ഹാവിൻ യു ബ്രോട്ട് യുവർ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബുക്ക് ഏതെങ്കിലും കുട്ടി ബുക്ക് മറന്നുപോയിട്ടുണ്ടാവും മേ ബി. അപ്പൊ നമുക്ക് അവർ കുട്ടികളോട് ചോദിക്കാവുന്നതാണ് ഹാവിൻ യു ബ്രോട്ട് യുവർ ബുക്ക്. ബ്രോട്ട് എന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ടില്ലേ, ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ ചോദിക്കുന്നതാണ്. ഹാവിൻ യു ബ്രോട്ട് യുവർ ബുക്ക്. അപ്പൊ അതിന് ഒരു സംശയം ചോദിച്ചോട്ടെ. മാഡം ഒന്ന് പ്രസന്റേഷൻ മറ്റേ തന്നെ ആക്കുവോ? ഇപ്പൊ കഴിഞ്ഞ പേജ് തന്നെ പ്രസന്റേഷനിലൊന്ന് ഇടുവോ? അതിലാ നടുക്ക് വരുന്നുണ്ടല്ലോ ഓൾ ടു ബോത്ത് 3 പറഞ്ഞിട്ട്, അതിന് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, അത് നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ തന്നേക്കണേ. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും. രണ്ട് കുട്ടികളാണ്. അങ്ങനെ ഉണ്ടോ? ഇല്ല ഇത് അങ്ങനെ ഒന്നും ഇല്ലത്. ഇപ്പം 2 ആണ്. ഇപ്പൊ 2 കുട്ടികളാണ് ഡെസ്ക് മര്യാദ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം വിൽ യു 2 സ്ട്രൈറ്റൻ യുവർ ഡെസ്ക്, അല്ലെങ്കിൽ വിൽ യു ബോത്ത് ടൈഡി യുവർ ഡെസ്ക്. ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുണ്ടാവും. 2 എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് ആണല്ലോ. അതൊന്നുമില്ല, നമുക്ക് എല്ലാം യൂസ് ചെയ്യാം. പ്ലൂറൽ വരുമ്പോഴേ നമ്മുടെ വില്യു കുഡും വുഡും മാറണോ എന്നുള്ള ഒരു സംശയം. ഇല്ല അത് കുഡിയും വില്ലിയും ഇത് രണ്ടും റിക്വസ്റ്റിനുള്ളതാണ്. ഇതൊന്നും ഇവിടെ വന്നില്ല. ജസ്റ്റ് കുട്ടികൾ എത്രയാണോ അതാണ് മാറ്റർ അല്ലേ? അതെ. എന്താണ് കുട്ടികളോട് പറയേണ്ടത് നിങ്ങൾക്ക്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ട, സ്ട്രൈറ്റൻ യുവർ ഡെസ്ക്, എന്താണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് കുട്ടികളോട്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അതാണ് ഇവിടെ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹാവിൻ യു ബ്രോട്ട് യുവർ ബുക്ക്. ഒരു കുട്ടി ഇപ്പൊ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ചോദിക്കണേ ഹാവിൻ യു ബ്രോട്ട്, നീ ബുക്ക് കൊണ്ടുവരാൻ മറന്നുപോയോ അല്ലെങ്കിൽ കൊണ്ടുവന്നില്ലേ ചോദിക്കുമ്പോ ചിലപ്പോ മേ ബി ആ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ടാവില്ല ബുക്ക്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? വെൽ, നമുക്ക് എന്ത് പറയാം? ബുക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അതിനെന്താ പറയണത്? അതിന് എങ്ങനെ പറയും? വെൽ യു വുഡ് ബെറ്റർ ഷെയർ വിത്ത് യുവർ നെയ്ബർ. നെയ്ബർ അടുത്തിരിക്കുന്ന കുട്ടി. അവിടെ നെയ്ബർ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, അടുത്തിരിക്കുന്ന കുട്ടിയായിട്ട് യു ക്യാൻ ഷെയർ യുവർ ബുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? വെൽ യു വുഡ് ബെറ്റർ ഷെയർ വിത്ത് യുവർ നെയ്ബർ. ബുക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സാരമില്ല, വെൽ യു വുഡ് ബെറ്റർ ഷെയർ വിത്ത് യുവർ നെയ്ബർ. നെയ്ബർ ആയിട്ട് യു ക്യാൻ ഷെയർ യുവർ ബുക്ക്. ഇതാണ് ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലാൻ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഒരു ടീച്ചർ, എല്ലാരും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യട്ടാ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ വി ഷുഡ് ഗ്രീറ്റ് ദം. നല്ലൊരു ഗ്രീറ്റിംഗ് കൊടുക്കുക.
എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ നല്ല രീതിയിൽ പ്ലസന്റ് ആയിട്ട് ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുക. ദെൻ സ്ലൈറ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നിങ്ങളെ കുറിച്ച് ഒന്നോ രണ്ടോ സെന്റൻസസ് പറഞ്ഞ് ഒരു സ്ലൈറ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ അറ്റൻഡൻസ്, ചെക്കിംഗ് ദ അറ്റൻഡൻസ്. നമ്മൾ അറ്റൻഡൻസ് നോക്കും. റോൾ നമ്പർ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരെ വിളിക്കും. ദെൻ പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഹോട്ടാണ്, കോൾഡാണ്, മഴയുള്ള സമയമാണ്, അല്ലെങ്കിൽ ടീച്ചറിന് ഇപ്പൊ ഫാൻ സ്വിച്ച് ഓൺ ചെയ്യണം, ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യണം, അതിനൊക്കെ ഉള്ള റിക്വസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ദെൻ നമ്മ കുട്ടികളെ സീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത് ഇരുത്തി അവരെ കറക്റ്റ് ഡിസിപ്ലിൻ ആയിട്ട് ഇരുത്തി എന്നിട്ട് ദെൻ വി വിൽ സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇനിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഒരു ക്ലാസ് റൂമിലേക്ക് ഫസ്റ്റ് നമ്മൾ ഉണ്ടോ? എന്താണ് അതെ, നല്ല മിന്നർച്ചലും ഇടിവെട്ടുണ്ട്. അവിടെ ഉണ്ടല്ലേ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ തൃശ്ശൂരാണ്. അതെ അല്ലേ. നോക്ക്, റേഞ്ച് കട്ടാവുന്നുണ്ടാവും നോക്ക്, അല്ലെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. അപ്പൊ അതാണ് ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ. ഓക്കെ. ദെൻ നമ്മുടെ അടുത്ത സെക്ഷൻ ആണ് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻ ലാംഗ്വേജ് ഫോംസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഗ്രീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനു വേണ്ടി കുറച്ചും കൂടെ എങ്ങനത്തെ ഗ്രീറ്റിംഗ്സ് എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് ഗ്രീറ്റിംഗ്സ് ഒക്കെ എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് നമ്മൾ ക്ലാസ് റൂമിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു മിനിറ്റ് മിസ്, ലാസ്റ്റ് പറഞ്ഞില്ലേ ആൻസർ പറയുന്നില്ലേ, ഹാവന്റ് യു ബ്രോട്ട് യുവർ ബുക്ക് എന്ന് ചോദിച്ചതിന്റെ ആൻസർ പറഞ്ഞില്ലേ, വെൽ പിന്നെന്താ, യു ഷുഡ് ഓർ യു വുഡ്? യു വുഡ് ആണ്. ഷുഡ് വെച്ചാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ പറയാനൊന്നുമില്ല. യു ക്യാൻ അവിടെ യൂസ് ചെയ്യാം. യു ക്യാൻ ഷെയർ വിത്ത് യുവർ നെയ്ബർ, ക്യാൻ യൂസ് ചെയ്യാം അവിടെ. ഓക്കെ. മാം ഇതൊക്കെ ക്ലാസ് റൂമിൽ ഇടുവോ? നോട്ട്സ് ഇടും. ഇട്ടിട്ടുണ്ട് മിസ്സേ. ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ. എല്ലാ ദിവസവും ഇടും, നോട്ട്സ് ഇടും, ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഇടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഒന്നും കൂടി കയറി കണ്ട് മനസ്സിലാക്കാം. ഇതെല്ലാം ജസ്റ്റ് ക്ലാസ് റൂം. നമ്മൾ ഇംഗ്ലീഷിലെ മെയിൻ ഗ്രാമറിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതൊക്കെ അടുത്ത ചാപ്റ്ററിൽ തൊട്ടാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം നമ്മളെ ക്ലാസ്സിലേക്ക്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീറ്റിംഗ് എങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണത്? മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഓർ ആഫ്റ്റർനൂൺ, ഈവനിങ് ആണെങ്കിൽ ദെൻ ഹൗ ആർ യു, ഹൗ അബൌട്ട് യു, പിന്നെ വേറെ എന്ത് ചോദിക്കുക, വാട്ട്സ് ന്യൂ ടുഡേ, ഹൗ ഓൾ ആർ യു ഡൂയിങ് എന്നൊക്കെ നമുക്ക് കുട്ടികളോട് ചോദിക്കാം. നേരത്തെ നമ്മൾ ഗ്രീറ്റിംഗ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. അതിന്റെ ആൻസർ എന്തായിരിക്കും? ഹൗ ആർ യു ചോദിക്കുമ്പോൾ ആൻസർ എന്താ? ഫൈൻ ആൻഡ് യു. ഇവിടെ എന്താ? ഫൈൻ ആൻഡ് യു, ഫൈൻഡ് ആൻഡ് യു എന്ന് പറഞ്ഞാൽ യു തിരിച്ചു ചോദിക്കണേ, ആൻഡ് യു നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഫൈൻ ടു, താങ്ക് യു, അതൊക്കെ അതിന്റെ ആൻസേഴ്സ് ആണ്. ഹൗ ആർ യുടെ ആൻസേഴ്സ് ആണ് അതല്ല. ദെൻ ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഗുഡ് മോർണിംഗ്, ഐ ആം ടോം, ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ് എന്ന് വെച്ചാൽ എന്താ? ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എനിക്ക് തോന്നണില്ല നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വി ഹാവ് മെറ്റ് എന്ന് വെച്ചാൽ പരസ്പരം കണ്ടിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ഓർക്കുന്നില്ല നമ്മൾ കണ്ടതായിട്ട്. പുതിയൊരു ടീച്ചർ ആയിരിക്കും, അതാണ് അങ്ങനെ പറയണത്. ഐ ആം ടോം, ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഇത് ഫസ്റ്റ് ടൈം ആണ്, ഞാൻ ഓർക്കുന്നില്ല നമ്മൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ. അതിന്റെ ആൻസർ എന്തായിരിക്കും? ഗ്ലാഡ്, പ്ലീസ് ടു മീറ്റ് യു. ഗ്ലാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി എന്നുള്ള വേറൊരു വേർഡ് ആണ് കേട്ടോ. ഗ്ലാഡ്, പ്ലീസ്ഡും അത് തന്നെയാണ്. പ്ലീസ് ടു മീറ്റ് യു, ഐ ആം വേണു, ഹൗ ഡു യു ഡു. ഇത് ഓക്കെ. ഗ്ലാഡ്, പ്ലീസ് ടു മീറ്റ് യു. പ്ലീസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഐ ആം വേണു. ഇത് ടോമും വേണു തമ്മിലുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ടോം എന്ന് പറഞ്ഞ ഒരാളും വേണു എന്ന് പറഞ്ഞ വേറൊരു പേഴ്സണും തമ്മിലുള്ള എക്സാമ്പിൾ പോലെ കൊടുത്തേക്കണേ കേട്ടോ. ഇപ്പൊ ആദ്യമായിട്ട് ഒരാളെ നമുക്ക് മീറ്റ് ചെയ്യണേ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണ ഒരാള്,
ടോം മീറ്റ് ചെയ്യണേണ്. അപ്പൊ പുള്ളി എന്താ പറയണത്? ഐ ആം ടോം, ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ്. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നേരെ മറ്റാള് എന്ത് പറയും? ഗ്ലാഡ്, പ്ലീസ് ടു മീറ്റ് യു. വളരെ സന്തോഷമുണ്ട്, പ്ലീസ് ടു മീറ്റ് യു. ഐ ആം വേണു, എന്റെ പേര് വേണു എന്നാണ്. ഹൗ ഡു യു ഡു? ഹൗ ഡു യു മീൻസ് ഹൗ ആർ യു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അപ്പുറത്തേക്ക് മേ ബി ടോം തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ടാവും, ഹൗ ഡു യു ഡു. അതൊരു ചെറിയൊരു എക്സാമ്പിൾ ആണ്, ഒരു കോൺവെർസേഷൻ ആണ്. ടോമും വേണു തമ്മിലൊരു ചെറിയൊരു കോൺവെർസേഷൻ. ഓക്കെ. മാം അൺഎക്സ്പെക്ടഡ് മീറ്റിലാണോ? ഓ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണോ? മേ ബി ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അൺഎക്സ്പെക്ടഡ് എന്നുള്ള, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണണേ, ഫസ്റ്റ് ടൈം വി ആർ വിസിറ്റിംഗ് ദം ഫോർ ദ ഫസ്റ്റ് ടൈം, നമുക്ക് അയാളെ പരിചയപ്പെടാം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ്. ഫസ്റ്റ് ആയിട്ട് ഒരാളെ കാണണേ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെ. ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ഐ ഡോണ്ട് തിങ്ക് എന്ന് പറയണേ. അപ്പൊ അയാളുടെ ആൻസർ എന്തായിരിക്കും? പ്ലീസ് ടു മീറ്റ് യു. വളരെ സന്തോഷമുണ്ട്, എന്റെ പേര് ഇതാണ്. പിന്നെ സംസാരിച്ചു തുടങ്ങും. അതിന്റെ ഒരു തുടക്കമാണത്. ഒരാളെ ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ, എങ്ങനെ ഒരു കോൺവെർസേഷൻ തുടങ്ങാം ഉള്ളതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് അത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് അട്രാക്ടിങ് അറ്റൻഷൻ. നമുക്ക് ഒരാളിങ്ങനെ തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ എന്തായിരിക്കും, നമുക്ക് ഒരാളുടെ അട്രാക്ടിങ് അറ്റൻഷൻ മീൻസ് ഒരാളുടെ അറ്റൻഷൻ നമുക്ക് പെട്ടെന്ന് വേണം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. നമ്മൾ എന്ത് പറയും? എക്സ്ക്യൂസ് മീ, സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഇന്ററപ്റ്റിംഗ് മീൻസ് ഇടയിൽ കയറുന്നതാണ് നമ്മ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയണം എക്സ്ക്യൂസ് മീ ഓർ സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാം നമുക്ക്. ഒരാളിങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ കൊളീഗോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവരിങ്ങനെ ഒരു കാര്യം പറയാനോ, അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യൂ പോയിന്റ് പറയാനോ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് പറയണം? എക്സ്ക്യൂസ് മീ ഓർ സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാം. ഇന്ററപ്റ്റിംഗ് മീൻസ് ഇടയിൽ കയറുന്നതിന് സോറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? അയാള് മേ ബി എന്ത് ചോദിക്കും? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ എന്താ ചെയ്യേണ്ടത്? അയാൾ അപ്പൊ ചോദിക്കും ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പൊ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയേണ്ടത്? എക്സ്ക്യൂസ് മീ ഓർ സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഇതാണ് നമുക്ക് ഒരാളുടെ അറ്റൻഷൻ അട്രാക്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ടെൽ ദം. ദെൻ റിക്വസ്റ്റിംഗ്. നമുക്ക് ഒരാളോട് ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. ഒരു കാര്യം നമുക്ക് താഴ്മയോടെ ഒരാളോട് പറയണം, ഒരു റിക്വസ്റ്റ്. അപ്പൊ അതിന് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു പേനയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഗിവ് മീ എ പെൻ പ്ലീസ്. റിക്വസ്റ്റിന് എപ്പോഴും പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലി, അത് നമ്മളിപ്പോ ഹമ്പിൾ ആയിട്ട് വേണം ഒരാളോട് ഒരു കാര്യം പറയണത്. റൂഡ്ലി ഒരിക്കലും ആരോടും പറയരുത്. അപ്പം അതിന് പകരം നല്ല ഹമ്പിൾ ആയിട്ട് നല്ല ജെന്റ്ലി നമ്മൾ പറയാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടതാണ് പ്ലീസ് ചേർക്കുക. അതുപോലെ കൈൻഡ്ലി ഒക്കെ നമുക്ക് ചേർത്തുകൊണ്ട് എല്ലാ സെന്റൻസും പറയണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി മോർ ഹമ്പിൾ. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേനയാണ് വേണ്ടെങ്കിൽ ഗിവ് മീ എ പെൻ പ്ലീസ്. ഗിവ് മീ എ പെൻ പ്ലീസ്. ഒരു പെന്നാണ് വേണ്ടെങ്കിൽ ഗിവ് മീ എ പെൻ പ്ലീസ്. ഹാവ് യു ഗോട്ട് എ പെൻ? അങ്ങനെയും ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ടോ? ഹാവ് യു ഗോട്ട് എ പെൻ? അങ്ങനെയും ചോദിക്കാം. ഇനി ക്യാൻ യു ലെൻഡ് മീ എ പെൻ? ഒരു ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ കടം തരുമോ? ഒരു പേന കടം തരുമോ? ക്യാൻ യു പ്ലീസ് ഗിവ് മീ യുവർ ഗിവ് മീ യുവർ പെൻ എന്ന് പറയണതിന് പകരം, ഗിവിന് പകരം നമുക്ക് ഇത്രയും കൂടി ഹമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ലെൻഡ്. അപ്പൊ ക്യാൻ യു പ്ലീസ് ലെൻഡ് മീ യുവർ പെൻ അല്ലെങ്കിൽ ക്യാൻ യു ലെൻഡ് മീ എ പെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേന നമുക്ക് തരുവോ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഡു യു തിങ്ക് യു കുഡ് ലെൻഡ് മീ എ പെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ റിക്വസ്റ്റ് എന്താണ്? നമുക്കൊരു പെൻ വേണം. ഇതിന് പല വേസ് ആണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരാളോട് ഒരു പേന കടം ചോദിക്കാം അല്ലെങ്കിൽ പല പല എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം കേട്ടോ. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ എ പെൻ. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ എ പെൻ. ഇത് തന്നെയാണ്, ഒരു പേന വേണം, അപ്പൊ അത് തരുവോ? ഐ വണ്ടർ, പ്ലീസ് തരാമോ എന്നൊക്കെ ചോദിക്കണം. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ പെൻ? വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ പെൻ? അപ്പൊ ഒരു പേന തരുവെന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പേന തരൂ. പിന്നെയും ചോദിക്കണേന് ആണ് ഇതെല്ലാം. ഈ തന്നേക്കണ ഈ റിക്വസ്റ്റിന്റെ എല്ലാ എക്സ്പ്രഷനും നമുക്ക് ആകെ വേണ്ടത് ഒരു പേനയാണ്. ആ പേനക്ക് വേണ്ടി നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഗിവ് മീ എ പെൻ പ്ലീസ്, ഹാവ് യു ഗോട്ട് എ പെൻ,
ക്യാൻ യു ലെൻഡ് മീ എ പെൻ, ഒരു പെൻ കടം തരുവോ? യു തിങ്ക് യു കുഡ് ലെൻഡ് മീ എ പെൻ, നിങ്ങൾക്ക് തോന്നുന്ന ഒരു പെന തരാവോ? ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ എ പെൻ, അതൊക്കെ നല്ല വേർഡാണ്. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ എ പെൻ, വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ പെൻ. ഇതെല്ലാം നമുക്ക് ഒരു റിക്വസ്റ്റ്, ഒരാളോട് റിക്വസ്റ്റ് ചെയ്യണേന് യൂസ് ചെയ്യാൻ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ടീച്ചർ ഈ ലെൻഡിങ് അതിന്റെ മീനിങ് എന്താണ് ടീച്ചർ? ലെൻഡിങ് എന്ന് വെച്ചാൽ കടം തരുവോന്ന്. നമുക്കൊരു പേന വേണം ഒരാളോട്, അപ്പൊ അത് തരുവോ ചോദിക്കണേ, കടം തരാമോ, പേന കടം തരാമോ എന്ന് വെച്ചാൽ ലെൻഡിങ്. ലെൻഡിങ് മീൻസ് കടം തരുവോ എന്ന് ചോദിക്കണേനാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് കിടക്കേണ്ട ഐ വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഓർ താങ്ക്ഫുൾ, അല്ല ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് ലെൻഡ് മീ എ പെൻ എന്ന് വെച്ചാൽ എന്താ, ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ, വളരെ നന്ദി ഉണ്ടാവും എനിക്ക്. താങ്ക്ഫുളും ഗ്രേറ്റ്ഫുളും ഒക്കെ ഒന്ന് തന്നെ, വളരെ നന്ദി ഉണ്ടാവും. ഐ വുഡ് അപ്രീഷിയേറ്റ്, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്കൊരു പേന കടം തരുമെങ്കിൽ ഐ വുഡ് അപ്രീഷിയേറ്റ് യു. ഒരു പേന കടം തരുമെങ്കിൽ ഐ വുഡ് അപ്രീഷിയേറ്റ്. ഇതെല്ലാം നമുക്ക് കൂടുതലും ഈ അപ്രീഷിയേറ്റ്, ഐ വുഡ് ബി വെരി താങ്ക്ഫുൾ, ഇതൊക്കെ നമ്മൾ മെയിലൊക്കെ ഒരാൾക്ക് ഫോർമലി, ഇതൊക്കെ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ കാഷ്വലി നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഇതെല്ലാം. ഐ വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ, ഐ വുഡ് അപ്രീഷിയേറ്റ്. അപ്രീഷിയേറ്റ് പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും മെയിൽസ് ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു മെയിലൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ദീസ് വേർഡ്സ്. അപ്പൊ കണ്ടോ, ഒരു ഫസ്റ്റ് ഈ സെന്റൻസ് ഗിവ് മീ എ പെൻ പ്ലീസ് എന്നുള്ള സെന്റൻസിന് പകരം നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് ഇച്ചിരിയും കൂടെ ഫോർമൽ ആവും. നമുക്ക് ആകെ ഒരു പെന്നെ ആവശ്യമുള്ളൂ. ഗിവ് മീ എ പെൻ, ഗിവ് മീ എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേന വേണം നിങ്ങൾക്ക്, എനിക്കൊരു പേന തരും. ഇത് ഇത്രയും കൂടെ ഹമ്പിൾ ആയിട്ട് റിക്വസ്റ്റിലായിട്ട് പറയണ ഇതെല്ലാം, ഈ എക്സ്പ്രഷൻസ് എല്ലാം ഇത്രയും കൂടി ഹമ്പിൾ ആയിട്ട് താഴ്മയോടെ നമ്മൾ ചോദിക്കണേന് ഉള്ള എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, എന്തൊക്കെയാണത്? ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ എ പെൻ, വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ പെൻ, I would be very grateful, or I will be very thankful, or I would appreciate if you could lend me a pen. ഒരു പേന തന്നു കഴിഞ്ഞാൽ I will really appreciate you. ഇതൊക്കെ ഫോർമൽ വേസ് ആണ് കേട്ടോ. ഓക്കെ, അതാണ് റിക്വസ്റ്റിംഗിന്റെ ഭാഗം. ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ അല്ലേ ഇതെല്ലാം? Yes, ma'am. ഓക്കെ യെസ് മാം. ഓക്കെ, എക്സ്ക്യൂസ് മീ പറയൂ. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ക്യാൻ കുഡ് വുഡ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ അതില് എന്താണ് ഡിഫറൻസ് ഉള്ളത്? ക്യാൻ അത് യൂഷ്വലി പ്രസന്റ് ടെൻസ് ആണത്. കുഡ് ആണ് അതിന്റെ പാസ്റ്റ് ടെൻസ്. നമുക്ക് കൂടുതലും കുഡും വുഡും ആണ് നമ്മൾ ഒരു റിക്വസ്റ്റിന് കൂടുതലും യൂസ് ചെയ്യണത്. കുഡും ഇത്രയും കൂടി ഒരു ഫോർമൽ വേ എന്ന് പറയുന്നത് കുഡ് ആൻഡ് വുഡ് യൂസ് ചെയ്യുന്നത്. കുഡ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ നല്ലത്. ഓക്കെ, അതൊന്നും ക്യാൻ യൂസ് ചെയ്താലും അവിടെ തെറ്റില്ല, വുഡ് യൂസ് ചെയ്താലും അവിടെ തെറ്റില്ല. പക്ഷെ ഇത്രയും കൂടെ ഹമ്പിൾ ആയിട്ട് ഫോർമലി നമ്മൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യണം കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ദെൻ എഗ്രി ടു എ റിക്വസ്റ്റ്. ഇപ്പൊ നമ്മ നേരത്തെ എന്താ പറഞ്ഞത്, നമ്മൾ ഒരാളോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെന്റൻസസ് അല്ലെ. ഒരു പേന വേണം, നമ്മളൊരു റിക്വസ്റ്റ് പറയാം. നമ്മളോട് ഒരാള് റിക്വസ്റ്റ് പറയണേ, ഇതേ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചാണെങ്കിൽ നമ്മളോടാണ് ഒരാൾ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ അതിന്റെ ആൻസർ കൊടുക്കാം? ബൈ ഓൾ മീൻസ് നമുക്ക് ഒന്നെങ്കിൽ പറയാം, ബൈ ഓൾ മീൻസ്, ഓഫ് കോഴ്സ്, ഐ വുഡ് ബി ഗ്ലാഡ് ടു, അല്ലെങ്കിൽ ഷ്യൂർ. ഒന്നും പറ്റില്ലെങ്കിൽ ഷ്യൂർ എന്ന് പറഞ്ഞാലും നമുക്ക് ഇതിനും ആൻസർ ആയത്. ഒരാൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എന്തായിട്ട് കൊടുക്കാം? ബൈ ഓൾ മീൻസ്, ഓഫ് കോഴ്സ്, ഐ വുഡ് ബി ഗ്ലാഡ് ടു, എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഷ്യൂർ, തീർച്ചയായും. ഇതൊക്കെയാണ് നമ്മളോട് ഒരാൾ പറയാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്, വെരി ഗുഡ്. അത് നല്ലൊരു പോയിന്റ്. അത് വിത്ത് പ്ലഷർ നമുക്ക് പറയാം, വളരെ സന്തോഷമുണ്ട്. വിത്ത് പ്ലഷറും ഗ്ലാഡ് ഒക്കെ സെയിം തന്നെയാണ്. സന്തോഷത്തോടു കൂടി നമ്മൾ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണേന്, അത് എഗ്രി ചെയ്യണേന് നമ്മൾ. അപ്പൊ നമ്മളോട് ഒരാൾ ഒരു റിക്വസ്റ്റ് പറയണത് നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണേനാണ്. ഇതെല്ലാം പറയും വിത്ത് പ്ലഷർ, വെരി ഗുഡ്, വിത്ത് പ്ലഷർ നമുക്ക് ആഡ് ചെയ്യാം അവിടെ. അല്ലെങ്കിൽ ദെൻ ബൈ ഓൾ മീൻസ്, ഓഫ് കോഴ്സ്, ഐ വുഡ് ബി ഗ്ലാഡ് ടു, ഷ്യൂർ. ഇതെല്ലാം നമുക്ക് ഒരു റിക്വസ്റ്റിനോട് നമ്മൾ അഗ്രി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ്. ഗിവ് മീ എ പെൻ പ്ലീസ് നീ കിട്ടൂല. അപ്പൊ അതിന് മുന്നേ കുഡ് യു ചേർത്താലും അത് ഫോർമൽ ആവില്ലേ? കുഡ് യു ഗിവ് മീ എ പെൻ പ്ലീസ്? അതെ, കുഡ് യു ഗിവ് മീ എ പെൻ, ക്യാൻ യു പ്ലീസ് ലെൻഡ് മീ എ പെൻ. പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലി. ഇപ്പൊ ഈ പ്ലീസിന് പകരം നമുക്ക് കൈൻഡ്ലി യൂസ് ചെയ്യാം. അതെല്ലാം ഇത്തിരി കൂടെ നല്ലതാവും. അത്രേ ഉള്ളൂ.
ഓക്കെ. ദെൻ ഇപ്പം നമുക്ക് എഗ്രി ചെയ്യണ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇസ് റെഫ്യൂസിങ്. റെഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞ റിക്വസ്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നോ ഐ കാണ്ട് എന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ല, അല്ലെ? റൂഡ് ആവാൻ പാടില്ല, നമുക്ക് ആരോട് റൂഡ് ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഒത്തിരി പൊളൈറ്റ് ആയിട്ട് നമ്മളൊക്കെ എങ്ങനെ പറയാം? ഐ എം സോറി ബട്ട് ഐ കാണ്ട് ലെൻഡ് യു എ പെൻ. ഇപ്പൊ എന്നോട് ഒരാൾ പേന ചോദിക്കുന്നത്, എനിക്ക് ആകെ ഒരു പേന ഉള്ളൂ, എനിക്ക് അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഐ എം ഡൂയിങ് സം ഇമ്പോർട്ടന്റ് വർക്ക്. നമുക്ക് എങ്ങനെ പറയാം? ഐ എം സോറി ബട്ട് ഐ കാണ്ട് ലെൻഡ് യു ദിസ് പെൻ ബിക്കോസ് ഐ ഹാവ് സം ഇമ്പോർട്ടന്റ് വർക്ക് ടു ഡു. ഐ എം സോറി ബട്ട് ഐ കാണ്ട് ലെൻഡ് യു എ പെൻ. ഇത്ര പറഞ്ഞാലും മതി. അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ നോക്കിയേ, ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, അല്ലെ? എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, ബട്ട് പക്ഷേ എന്റെ കയ്യിൽ ആകെ ചിലപ്പോൾ ഒരു പേന ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പേന ഉണ്ടാവില്ല. നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു ബട്ട് ഒരു പേന ഉള്ളെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് ഓൺലി വൺ പെൻ വിത്ത് മീ. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ പെൻ ഇല്ലെങ്കിലാ, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി പെൻ വിത്ത് മീ. നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു ബട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് എനിക്കതിന് സാധിക്കുന്നില്ല. അതാണ് ഈ എക്സ്പ്രഷന്റെ മീനിങ്. തേർഡ് വൺ, ഐ റിയലി കാണ്ട് ബിക്കോസ് എനിക്ക് ഇത് തന്നെ, എനിക്ക് പറ്റത്തില്ല. വൈ? ബിക്കോസ് ചിലപ്പോൾ എൻ്റെ കയ്യിൽ പേന ഉണ്ടാവില്ല, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു പേനയാണത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഐ റിയലി കാണ്ട് ബിക്കോസ് ഐ ഹാവ് ഓൺലി വൺ പെൻ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പെൻ വിത്ത് മീ. അങ്ങനെ നമുക്ക് പറയാം. ഐ എം സോറി. ഇപ്പൊ നമുക്ക് ഒരാള് ഒരു റിക്വസ്റ്റ് നമ്മളോട് ഒരു റിക്വസ്റ്റ് പറയണത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിക്വസ്റ്റ് ആണ്, നമ്മുടെ കയ്യിൽ അതിനുള്ള സോഴ്സ് ഇല്ല, അയാൾ പറയുന്ന ആ റിക്വസ്റ്റിനോട് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമൊക്കെ ആണെങ്കിൽ വി ക്യാൻ യൂസ് ദീസ് എക്സ്പ്രഷൻസ്. ഐ എം സോറി ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു ബട്ട് ഐ റിയലി കാണ്ട് ബിക്കോസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിൾ പോലെയാണ്, ഒരു ഡയലോഗ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാൾ വന്നിട്ട് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ആള് എക്സ്ക്യൂസ് മീ എന്ന് പറയാനേ. അപ്പൊ ബി എന്ന് പറഞ്ഞ ആളുടെ എന്തായിരിക്കും ആൻസർ? യെസ് യെസ്. അപ്പൊ അയാൾ മേ ബി തിരിഞ്ഞു നിൽക്കണായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അയാൾ ചോദിക്കണേ യെസ്. അപ്പൊ എ എന്ത് പറയും? ഐ വണ്ടർ ഇഫ് യു ലെൻഡ് മീ യുവർ ബൈക്ക്. നിങ്ങളുടെ ബൈക്ക് എനിക്കൊന്ന് തരാവോ? ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ യുവർ ബൈക്ക്. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ യുവർ ബൈക്ക് ചോദിക്കണേ. അപ്പൊ ബി എന്ത് പറയും? ഷുവർ. അപ്പൊ തീർച്ചയായും ഷുവർ. അപ്പൊ എ പറയാൻ താങ്ക് യു വെരി മച്ച്, സോറി ടു ട്രബിൾ യു ബട്ട് കുഡ് യു ലെൻഡ് മീ സം മണി. അപ്പൊ ആദ്യം എന്താ ചോദിച്ചത്? ബൈക്ക് ചോദിച്ചു. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ യുവർ ബൈക്ക്. നിങ്ങളുടെ ബൈക്ക് ഒന്ന് തരാവോ? ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ യുവർ ബൈക്ക് എന്ന് ചോദിച്ചു. അപ്പം ഷുവർ എന്ന് പറഞ്ഞ് യെസ് തീർച്ചയായും എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ വേറൊരു കാര്യം കൂടെ ചോദിക്കണേ. ആദ്യം പറഞ്ഞതിന് അയാൾ താങ്ക് യു പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, സോറി ടു ട്രബിൾ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല സോറി, ബുദ്ധിമുട്ടിച്ചതിന് സോറി പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് കാര്യം കൂടെ ചോദിക്കണം? കുഡ് യു ലെൻഡ് മീ സം മണി. കുറച്ച് ക്യാഷ് കൂടെ, കുറച്ച് പൈസയും കൂടെ തരുവോ എന്ന് ചോദിക്കണേ. ബട്ട് കുഡ് യു ലെൻഡ് മീ സം മണി, കുറച്ച് പൈസയും കൂടെ തരുവോ എന്ന് ചോദിക്കുന്നേ. അപ്പൊ അടുത്ത ആളുടെ ആൻസർ എന്തായിരിക്കും? ഐ എം സോറി ബിക്കോസ് ഐ ഹാവൻറ്റ് ഗോട്ട് എനി. കണ്ടോ? ആദ്യം ബൈക്ക് ചോദിച്ചപ്പോ ഷുവർ പറഞ്ഞ ആള് പൈസ ചോദിച്ചപ്പോ അയാളുടെ കയ്യിൽ അപ്പൊ ആ സമയത്ത് ക്യാഷ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അയാൾ എങ്ങനെ പറഞ്ഞ്? ഐ എം സോറി ബിക്കോസ് ഐ ഹാവൻറ്റ് ഗോട്ട് എനി. എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഐ എം സോറി, ഞാൻ സോറി പറയണേന് ഐ ഹാവൻറ്റ് ഗോട്ട് എനി, എന്റെ കയ്യിലില്ല. ആദ്യത്തെ ബൈക്ക് ചോദിച്ചപ്പോ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. സോ ഹി വാസ് ആക്സെപ്റ്റിംഗ് ഹിസ് റിക്വസ്റ്റ്. അയാൾ ആ ലെൻഡ് മീ യുവർ ബൈക്ക് ചോദിച്ച ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഷുവർ എന്ന് പറഞ്ഞ് സെക്കൻഡ് ടൈം കുഡ് യു ലെൻഡ് മീ സം മണി, പൈസ ചോദിച്ചപ്പോ അയാളുടെ കയ്യിൽ അയാളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അയാൾ എന്താ പറഞ്ഞ? ഐ എം സോറി ബിക്കോസ് ഐ ഹാവൻറ്റ് ഗോട്ട് എനി. എന്റെ കയ്യിലില്ല, ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഐ എം സോറി ബിക്കോസ് ഐ ഹാവൻറ്റ് ഗോട്ട് എനി. കണ്ടോ? ഇപ്പൊ രണ്ട് സിറ്റുവേഷനും അവിടെ വന്ന്, ആക്സെപ്റ്റ് ചെയ്തതും റെഫ്യൂസ് ചെയ്തതുമായിട്ടുള്ള രണ്ട് സിറ്റുവേഷനും ഈ ഡയലോഗ്സിൽ വന്നു. Is that clear to all of you? Yes, Yes, ma'am. ma'am. Yes, ma'am. Yes, ma'am. Okay. Then next is expressing gratitude. Gratitude എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുക.
എങ്ങനെയാണ് ഒരു കാര്യം നമ്മളോട് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നന്ദി പറയാം. ഫോർമലി നമ്മൾ കാഷ്വലി ആയിട്ട് പറഞ്ഞാൽ താങ്ക്സ് പറയാം, അല്ലെങ്കിൽ താങ്ക്സ് എ ലോട്ട്, താങ്ക് യു ആണ് എപ്പോഴും കുറച്ചും കൂടി ഫോർമൽ. താങ്ക്സ് ഒക്കെ നമ്മൾ ഈ കൂടുതലും കാഷ്വലി നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയണതാണ്. ഇത്തിരി കൂടെ ഫോർമൽ ആയിട്ടുള്ള, ഇത്തിരി കൂടെ നമ്മുടെ സുപ്പീരിയറിനോടോ അല്ലെങ്കിൽ കൊളീഗ്സിനോടാണെങ്കിലും താങ്ക് യു വെരി മച്ച്, താങ്ക് യു, അല്ലെങ്കിൽ താങ്ക് യു അല്ലോ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സിനേലും നല്ലതായിട്ട് താങ്ക് യു ആണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ നെക്സ്റ്റ്, ഇറ്റ് ഈസ് വെരി നൈസ് ഓർ കൈൻഡ് ഓഫ് യു. ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു. താങ്ക് യു പറയാൻ ഇപ്പൊ അത് എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്താൽ ഇറ്റ് ഇസ് വെരി, നിങ്ങൾ ചെയ്ത വളരെ നല്ല കാര്യം, ഇറ്റ് ഇസ് വെരി കൈൻഡ് ഓഫ് യു, വളരെ നല്ലൊരു കാര്യമുണ്ട് ചെയ്തത്, താങ്ക് യു, വെരി ഗുഡ് ഓഫ് യു എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച് ഇൻഡീഡ് എന്നൊക്കെ, ഇൻഡീഡ് എന്ന് പറയുന്നതും തീർച്ചയായും ഷുവറിന് വേറൊരു ഇതുപോലെ നമുക്ക് പറയാവുന്നതാണ് ഇൻഡീഡ്. താങ്ക് യു വെരി മച്ച് ഇൻഡീഡ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ദെൻ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, ഇതെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ എല്ലാം. ഐ ആം വെരി താങ്ക്ഫുൾ, അല്ലെങ്കിൽ വി ആർ റിയലി വെരി താങ്ക്ഫുൾ, വി ആർ ഗ്രേറ്റ്ഫുൾ ടു യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മളവരെ ഹെൽപ്പ് ചെയ്ത ഒരാളെ നമുക്ക് നന്ദി രേഖപ്പെടാം, നമുക്ക് എന്തെങ്കിലും നന്ദി അയാളോട് പറയണമെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ്. താങ്ക് യു വെരി മച്ച്, ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് യു, ഇറ്റ് വാസ് വെരി കൈൻഡ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് വെരി നൈസ് ഓഫ് യു. കൈൻഡ് ആണ്, നൈസ് ഓഫ് യു പറയുന്നതിലും നല്ലത് ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് യു, അല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്, ഓർ വി ക്യാൻ സേ ദാറ്റ് വി ആർ റിയലി താങ്ക്ഫുൾ ടു യു, വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ ടു യു എന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി നമുക്ക് വരുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ ആണ്. ഞാനത് വായിക്കാം, നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റണ്ടെന്നൊന്ന് നോക്കട്ടോ. പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞു തരും, എന്നാലും ഞാൻ ജസ്റ്റ് വായിക്കാം. ട്രൈ ദാറ്റ് സോ ദാറ്റ് you are able to catch. Okay. Study the following. Okay. Mrs. Jean and Mrs. Agil, രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഡയലോഗാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. മിസ്സസ് ജീൻ, ഫസ്റ്റ് മിസ്സസ് ജീൻ എന്തോ കാര്യം പറയണം. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി ഈവനിങ്. അഖിൽ, ജീൻ ആൻഡ് ഐ ഹാഡ് സച്ച് എ ഗുഡ് ടൈം. മിസ്സസ് ജീൻ എന്താ പറയണത്? താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി ഈവനിങ്. അഖിൽ, ജീൻ ആൻഡ് ഐ ഹാഡ് സച്ച് എ ഗുഡ് ടൈം. അപ്പൊ മിസ്സസ് അഖിൽ, അവിടെ വേറൊരാളുണ്ട്, മിസ്സസ് അഖിൽ അപ്പോൾ എന്താ പറയുന്നത്? യു ആർ ക്വൈറ്റ് വെൽക്കം. താങ്ക് യു ഫോർ യുവർ കമ്മിങ്. We had been looking forward to seeing you for a long time. We had been looking forward to seeing you for a long time. ഈ രണ്ട് കോൺവെർസേഷൻ ആരാ എനിക്കൊന്ന് മലയാളത്തിലാക്കി പറഞ്ഞുതരാൻ പറ്റുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് മിസ്സസ് ജീനിന്റെ ഡയലോഗ്, മിസ്സസ് ജീനിന്റെ കോൺവെർസേഷൻ ഒന്ന് മലയാളത്തിൽ പറയാൻ പറ്റുമോ ആയിരിക്കെങ്കിലും? ഞാൻ പറയാം മാം. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി ഈവനിങ്. എന്താണത്? വളരെ നല്ലൊരു സായാഹ്നം സമ്മാനിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഓക്കെ. ഇപ്പൊ മേ ബി അവരുടെ വീട്ടിൽ വന്ന് ചിലപ്പോൾ ഫുഡ് ഡിന്നർ കഴിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആവാം, നമുക്ക് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ അവര് പറയണ വളരെ നല്ലൊരു ഈവനിങ് സമ്മാനിച്ചതിന് താങ്ക് യു സോ മച്ച്. അഖിലിനോട് പറയുകയാണ്, അഖിലിനും ജീനിനോടും ഐ ഹാഡ് നെക്സ്റ്റ് അവിടെ ഒരു ഫ്രൈസ് ഉണ്ടല്ലോ, ഐ ഹാഡ് സച്ച് എ ഗുഡ് ടൈം. ഐ ഹാഡ് സച്ച് എ ഗുഡ് ടൈം. ഇത് എനിക്ക് വളരെ നല്ല നിമിഷങ്ങളാണ് നിങ്ങൾ സമ്മാനിച്ചത്. അവിടെ ആരൊക്കെയുണ്ട്? അഖിൽ, ജീൻ ആൻഡ് ഐ ഹാഡ് എ ഗുഡ് ടൈം. മിസ്സസ് ജീൻ പറയണേണ് അഖിലും ജീനും എനിക്ക് അഖിലും ജീനും നല്ല എനിക്കും നിമിഷങ്ങളാണ്, നല്ല സമയമായിരുന്നു അല്ലെ? അഖിലും ജീനും എനിക്കും, അവിടെ മൂന്ന് ഈ പറയുന്ന ആൾ ഉൾപ്പെടെ അഖിലും ജീനും എനിക്കും ഉൾപ്പെടെ ഇത് നല്ലൊരു സമയമായിരുന്നു എന്നാണ് മിസ്സസ് ജീൻ അവിടെ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. വാട്ട് ഈസ് യുവർ നെയിം? നിസ. വെരി ഗുഡ് നിസ. നെക്സ്റ്റ്, ഇനി വേറെ ആരെങ്കിലും നോക്കി. മിസ്സസ് അഖിൽ. ഓക്കെ, പറയാം. മിസ്സസ് അഖിൽ എന്താ പറയണത്? യു ആർ വെൽക്കം. നിങ്ങളെ വെൽക്കം ചെയ്തിരിക്കുന്നു. യു ആർ വെൽക്കം. നന്ദി പറയാം, നമ്മൾ താങ്ക് യു പറയുമ്പോൾ പറയുന്നതാണ് വെൽക്കം. യു ആർ ക്വൈറ്റ് വെൽക്കം. താങ്ക് യു ഫോർ യുവർ കമ്മിങ്. നിങ്ങൾ വന്നതിന് വളരെയധികം വളരെ നന്ദി. We had been looking forward to seeing you for a long time.
കുറെ വർഷങ്ങളായി നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഞങ്ങളും ഇതേപോലെ കുറെ നാളുകളായിട്ട് വി വർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ സീയിങ് യു. നിങ്ങൾ കാണാൻ വേണ്ടി കുറെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു. അപ്പൊ അവര് ലവ്ലി ഈവനിങ് പറഞ്ഞ പോലെ തന്നെ ഇവരും ഒരു ഫോർമലി പറയുന്നതിന് ഞങ്ങൾ കുറെ നാളെ ഇതുപോലെ നിങ്ങളെ കാത്തിങ്ങനെ ലുക്കിംഗ് ഫോർവേഡ് ഫോർ സീയിങ് യു, ഫോർവേഡ് ടു സീ യു എന്ന് പറയണേ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി. അപ്പൊ എല്ലാവർക്കും ക്യാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. ദെൻ ഇനി ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു എക്സാമ്പിളും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് ഒന്ന് പോവാം. ഡോക്ടർ, സോ ദ ബെസ്റ്റ് തിങ് നൗ ഇസ് ടു ഗോ ഹോം ആൻഡ് ടേക്ക് ദീസ് പിൽസ് 3 times a day and if you feel better in a couple of days let me know. ഒരു ഡോക്ടർ പറയുന്നതാണ്, സോ ദ ബെസ്റ്റ് തിങ് നൗ ഇസ് ടു ഗോ ഹോം ആൻഡ് ടേക്ക് ദീസ് പിൽസ്. പിൽസ് എന്ന് വെച്ചാൽ മെഡിസിൻ ആണ്, മരുന്ന്. ഇപ്പൊ ഡോക്ടർ പറയണേ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പേഷ്യന്റിനോട് പറയണേ നീ വീട്ടിൽ പോയിക്കോ, ടു ഗോ ഹോം എന്ന് വെച്ചാൽ വീട്ടിൽ പോവുക, ആൻഡ് ടേക്ക് ദീസ് പിൽസ്, ഈ മെഡിസിൻ, ഈ മരുന്ന് 3 times a day, ദിവസത്തില് 3 പ്രാവശ്യം വെച്ച് കഴിക്കുക. ആൻഡ് ഇഫ് യു ഫീൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ, അത് സുഖപ്പെടുകയാണെങ്കിൽ ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് വെച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ, കപ്പിൾ ഓഫ് ഡേയ്സ് ലെറ്റ് മീ നോ, എന്നെ ഒന്ന് അറിയിക്കുക. അപ്പൊ എന്താ ഡോക്ടർ പറയുന്നത്, ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഈ മരുന്ന് കഴിക്കുക, 3 times a day മരുന്ന് കഴിക്കുക. യു വിൽ ഫീൽ ബെറ്റർ ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ഉള്ളിൽ തന്നെ യു വിൽ ഫീൽ ബെറ്റർ. ദെൻ ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് അറിയിക്കുക. ഡോക്ടറുടെ മെഡിസിൻ വലിച്ച് എന്നുള്ളതായിരിക്കും ഡോക്ടർ ഉദ്ദേശിച്ചത്, ലെറ്റ് മീ നോ. ഓക്കെ. അപ്പൊ പേഷ്യന്റ് എന്ന് പറയും, താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഡോക്ടറിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഓക്കെ താങ്ക്സ് പറയാണ് അവിടെ, ദാറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്, ഗുഡ് ബൈ. അപ്പൊ അത് രണ്ടുമായിരുന്നു ഒരു ഇത് രണ്ടും അപ്പൊ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എഗ്രീയിങ് വിത്ത് ആൻ ഒപ്പീനിയൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് എഗ്രീയിങ് വിത്ത് ആൻ ഒപ്പീനിയൻ. ഒരാള് ഒരു കുറച്ച് കാര്യം പറഞ്ഞു, അയാളുടെ വ്യൂ പോയിന്റ് പറയണേ, അപ്പൊ നമുക്കും അതേ ഒപ്പീനിയൻ തന്നെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിന് പറയാ, എക്സാക്ട്ലി that's right, of course, I agree entirely with you, am with you എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒപ്പീനിയനോട് യോജിക്കണേന്നിട്ട് ആം വിത്ത് യു, ഇറ്റ് ഇസ് എ ഗുഡ് എക്സ്പ്രഷൻ. ആം വിത്ത് യു. ഇപ്പൊ ഒരാളുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരു വ്യൂ പോയിന്റ്സും അയാളുടെ ഒപ്പീനിയൻ പറയണ സമയത്ത് നമുക്കും അതേ ഒപ്പീനിയൻ തന്നെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സാക്ട്ലി, ദാറ്റ്സ് റൈറ്റ്, ഓഫ് കോഴ്സ്, ഐ അഗ്രി എൻറ്റയർലി, ഓർ ആം വിത്ത് യു. സോറി, ആം വിത്ത് യു. വെറുതെ ആം വിത്ത് യു എന്ന് പറഞ്ഞാലും വി ആർ അഗ്രീയിങ് ടു ആൻ ഒപ്പീനിയൻ. ഇനി നെക്സ്റ്റ് കേസ്, ഡിസഗ്രീയിങ് വിത്ത് ആൻ ഒപ്പീനിയൻ. നമുക്കൊരു ഒപ്പീനിയൻ നമുക്ക് അത് നമ്മൾ യോജിക്കുന്നില്ല, അതിൽ പറഞ്ഞ ഒപ്പീനിയൻ ആയിട്ട് യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ ഡോണ്ട് അഗ്രി ഓർ ഐ ഡിസഗ്രി. എഗ്രീന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസഗ്രി. ഒന്നെങ്കിൽ ഐ ഡോണ്ട് അഗ്രി എന്ന് പറയാം, അതല്ലെങ്കിൽ ഐ ഡിസഗ്രി എന്ന് പറയാം. ദെൻ ബട്ട് ഡോണ്ട് യു തിങ്ക്, ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ വെക്കാം. അതിനാണ് ബട്ട് ഡോണ്ട് യു തിങ്ക് എന്ന് പറഞ്ഞ ഡാഷ് അവിടെ കൊടുത്താൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, വേറൊരു ഇതില്ലേ, നമുക്ക് ഇങ്ങനെയും കൂടെ ചിന്തിച്ചുകൂടെ, നമുക്ക് വേറൊരു നമ്മളൊരു ഒപ്പീനിയൻ യോജിക്കുന്നില്ലെങ്കിൽ വി വിൽ ഹാവ് അനദർ ഒപ്പീനിയൻ ഇൻ അവർ മൈൻഡ്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ പറയാം. അതെല്ലാം തന്നേക്കുന്നതെല്ലാം അതിനുള്ള ഒപ്പീനിയനോട് നമ്മൾ ഡിസഗ്രി ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് ആണ്. ഐ എം നോട്ട് ഷുവർ, ഐ വുഡന്റ് സേ എന്ന് വെച്ചാൽ എന്താ, ഐ എം നോട്ട് ഷുവർ, എനിക്ക് അത്ര ഉറപ്പില്ല. ഐ വുഡന്റ്, ഞാൻ ഇത് പറയില്ല കാരണം എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പൊ അയാൾ പറയുന്ന ഒപ്പീനിയനോട് എനിക്ക് അത്ര ഉറപ്പില്ലെങ്കിൽ ഞാൻ എന്താ പറയാ, ഐ എം നോട്ട് ഷുവർ. പിന്നെ ഡു യു റിയലി തിങ്ക് സോ, ശരിക്കും നിങ്ങൾ അത് അങ്ങനെ ഓർക്കുന്നുണ്ടോ, ശരിക്കും റിയലി എന്നൊക്കെ നമുക്ക് ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യനും കൂടെ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പീനിയൻ, നമ്മുടെ ഒരു ഡിസഗ്രിമെന്റ് കാണിക്കുന്നതാണ് അതെല്ലാം. ദെൻ ഗിവിങ് ആൻ ഒപ്പീനിയൻ. ഇനി നമുക്കൊരു ഒപ്പീനിയൻ പറയാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ അയാൾ പറഞ്ഞ ആ ഒപ്പീനിയനോട് ഡിസഗ്രി ചെയ്തുകൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ, വി ഹാവ് ടു സ്റ്റേറ്റ് ആൻ ഒപ്പീനിയൻ, ദെൻ വി ക്യാൻ സേ ദീസ് എക്സ്പ്രഷൻസ്. എന്തൊക്കെ പറയാം, ഐ വുഡ് സേ. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം,
ഐ വുഡ് സേ മൈ ഒപ്പീനിയൻ, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഐ തിങ്ക്, അല്ലെങ്കിൽ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നത്, ഐ ഫീൽ, ഐ സപ്പോസ്, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ, അത് നമുക്ക് പറയാം. ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, ഇത് നല്ലൊരു വേർഡാണ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, എന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച്, എന്റെ ഒരു ഇതില് ഞാൻ പറയണേണ്, അല്ലെങ്കിൽ ഐ ആം ഓഫ് ദ വ്യൂ, എനിക്ക് എന്റെ വ്യൂ ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ആസ്കിങ് ഫോർ ആൻ ഒപ്പീനിയൻ, ഇപ്പൊ നമുക്ക് നേരത്തെ വേറൊരാൾ ഒപ്പീനിയൻ പറയണതിന് ഡിസഗ്രി ചെയ്യണതും നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻ പറയണതും ആണെങ്കിൽ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞൊരു കാര്യം നമുക്ക് ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ ആസ്ക് ഫോർ ആൻ ഒപ്പീനിയൻ. ഒരു ഒപ്പീനിയൻ നമുക്ക് ഒരാളോട് ചോദിക്കാൻ, ഒരു ഒപ്പീനിയൻ വേണം. നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഒരു കാര്യത്തിൽ, അപ്പൊ നമുക്ക് ഒരാളോട് ഒരു ഒപ്പീനിയൻ, അയാളുടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു യു തിങ്ക് ഓഫ്, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിസ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഡ്രസ് ആണെങ്കിൽ വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ഡ്രസ്, നമുക്ക് ചോദിക്കാം എന്തെങ്കിലും. അല്ലെങ്കിൽ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഡൂയിങ് ദിസ്, എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ വ്യൂസ് അബൌട്ട്, ഡു യു അഗ്രി വിത്ത്, ഇതെല്ലാം ഒപ്പീനിയൻ നമുക്ക് ഒരാളോട് ചോദിക്കുന്നതും നമുക്ക് ഒരാളോട് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു എക്സസൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, 1 minute. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഇതേപോലെ നോട്ട്സും ഇതൊന്നും പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല. വി ഹാവ് ടു പ്രാക്ടീസ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ. നമുക്ക് ഇന്ന് എല്ലാവരും ഞാൻ ഈ തന്നേക്കണ നോട്ട് ഒന്ന് എഴുതിയെടുക്കുക. നോട്ടല്ല, ഇന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണിത്. മൈ ഫേവറേറ്റ് ഹോബി. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവരും ഒന്ന് വേഗം എഴുതിയെടുത്തോ. ഇത് മൈ ഫേവറേറ്റ് ഹോബി ഇസ്, വൈ ഡു യു ലൈക്ക് ഇറ്റ്, ഹൗ ഇറ്റ് ഹെൽപ് യു, നെയിം എ സ്പെഷ്യൽ തിങ് അബൌട്ട് യുവർ ഹോബി. ഇത്രയും എല്ലാവരും ഒന്ന് വേഗം ഒന്ന് എഴുതിയെടുക്കും. ഇത് ഞാൻ എന്റേതായ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ എന്നോട് ഒരാൾ എന്റെ ഫേവറേറ്റ് ഹോബിനെ കുറിച്ച് പറയാനെങ്കിൽ ഞാൻ പറയാൻ പോണ എന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇത്രയും മാത്രം, മൈ ഫേവറേറ്റ് ഹോബി ഇസ്, വൈ ഡു യു ലൈക്ക് ഇറ്റ്, ഹൗ ഇറ്റ് ഹെൽപ് യു, നെയിം എ സ്പെഷ്യൽ തിങ് അബൌട്ട് യുവർ ഹോബി. ഇതെല്ലാം ഒന്ന് വേഗം എഴുതിയെടുക്കും. എനിക്ക് ഈ സ്ക്രീൻ ഷെയറിംഗ് മാറ്റിയിട്ട് ഐ വോണ്ട് ടു ടോക്ക് ടു യു ഫേസ് ടു ഫേസ്. നിങ്ങളുടെ ഫേസ് ഒന്ന് കണ്ട് നിങ്ങളോടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരും ഒന്ന് വേഗം എഴുതിയെടുക്കുക. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ടോക്ക് അബൌട്ട് യുവർ ഹോബി. ഇത് തന്നെ പറയണമെന്നില്ല, ഞാൻ കുറച്ച് പോയിന്റ്സ് ഇട്ട് തന്നുള്ളൂ. ഒരു 4 or 5 സെന്റൻസസ് നിങ്ങളുടെ ഫേവറേറ്റ് ഹോബിനെ കുറിച്ച് ഇന്ന് പറയണം. അതാണ് ഇന്നത്തെ നിങ്ങളുടെ എക്സസൈസ്. ഓക്കെ, I'll give you 5 minutes. Please make it faster. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിത് ചെയ്തു കഴിഞ്ഞിട്ട് എന്തായാലും ഇന്നത്തെ ക്ലാസ് നിർത്താം കേട്ടോ. ഓക്കെ, ഞാനിവിടെ തന്നേക്കണ എക്സാമ്പിളും കൂടെ ഒന്ന്, അത് എഴുതണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എല്ലാവരും ഒന്ന് റീഡ് ചെയ്താൽ മതി. ഇപ്പൊ മൈ ഫേവറേറ്റ് ഹോബി ഇസ് റീഡിങ്. എന്റെ ഫേവറേറ്റ് ഹോബി റീഡിംഗ് ആണ്. വൈ ഡു യു ലൈക്ക് ഇറ്റ്, ഈ ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്. എന്തുകൊണ്ടാണ് എനിക്കത് ഇഷ്ടം? കാരണം ഐ ഫീൽ റിലാക്സ്ഡ് ആൻഡ് കാം വൈൽ റീഡിങ്. എനിക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടും എനിക്ക് വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഫേവറേറ്റ് ഹോബി റീഡിംഗ് ആയിട്ട് വന്നത്. ഹൗ ഇറ്റ് ഹെൽപ് യു, ഈ ക്വസ്റ്റിന്റെ ആൻസർ. എന്നെ അത് എങ്ങനെയാണ്, എന്റെ ഈ ഫേവറേറ്റ് ഹോബി എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്? ഇറ്റ് ഹെൽപ് മീ ടു, സോറി ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ. ഇറ്റ് ഹെൽപ് മീ ടു ഇൻക്രീസ് മൈ വൊക്കാബുലറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്റെ വൊക്കാബുലറി മീൻസ് എന്റെ വേർഡ്സും കമ്മ്യൂണിക്കേഷൻ, ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നല്ല നല്ല വേർഡ്സ് ഒക്കെ എനിക്ക് റീഡിങ്ങിലോട് കൂടിയാണ് എനിക്കത് കിട്ടിയത്. അങ്ങനെയാണ് എന്റെ ഫേവറേറ്റ് ഹോബിയായ റീഡിങ് എന്നെ ഹെൽപ്പ് ചെയ്തത്. നെയിം എ സ്പെഷ്യൽ തിങ് അബൌട്ട്, ഇവിടെ സ്പെഷ്യൽ തിങ് ഞാൻ യൂസ് ചെയ്തത് ഇപ്പൊ എന്റെ
എന്റെ ഹോബി അവിടെ ഞാൻ റീഡിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് കോഴ്സ് എന്റെ ഫേവറേറ്റ് ബുക്ക് എന്താന്ന് ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. മൈ ഫേവറേറ്റ് ബുക്ക് ഇസ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് റിട്ടൺ ബൈ അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് എന്റെ ഫേവറേറ്റ് ബുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഫേവറേറ്റ് ഹോബി നിങ്ങളുടെ എന്ത് വേണമെങ്കിലും കുക്കിംഗ്, ഗാർഡനിങ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഒരു 4 സെന്റൻസസ് വേഗം എല്ലാവരും പറയാൻ റെഡി ആക്കി ഇരുന്നോ. എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? ഫേവറേറ്റ് ഹോബി ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് എഴുതിയെടുത്തില്ലേ? അപ്പൊ ഞാൻ ഈ സ്ക്രീൻ ഷെയറിംഗ് മാറ്റിക്കോട്ടെ. ഞാൻ ആരെങ്കിലും ഉണ്ടോ എഴുതാൻ? എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്. ഓക്കെ, ഹലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈ ഹോബി, ഇന്ന് നമുക്ക് മൈ ഫേവറേറ്റ് ഹോബിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ആരാണ് റെഡി ആയിക്കണത്? ആരാണ്? Who is going to tell us about your favorite hobby today? ഓക്കെ, ഗീതു ആണോ പറയാൻ പോകുന്നത്? ആരാ പറയാൻ പോകുന്നത്? വേഗാവട്ടെ, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. ഞാൻ പറയാം. എന്റെ പേര് ജിഷ. ഓക്കെ ജിഷ. ഓക്കെ ജിഷ, come on. My Your favorite favorite hobby is listening music. When I heard music, I feel relaxed. When I hear music, I feel relaxed. When I am tensed, I listen music. Listen to music. Very good. Listen to music. That's all. Which is your favorite music? Which is your favorite musician? Sitara. Sitara is your favorite singer. Very good. Very good. Singer. Okay, very good. Very good. I appreciate you. I appreciate your first attempt. Very good, Disha. Thank you, ma'am. Okay. ഐക്കോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞു. ഗീതു. Okay. പറയൂ ഗീതു. ഇത് പറ. My favorite hobby is singing. Okay. It helped me relaxing mind. I very enjoyed that time. My special musician is. ഒന്നുകൂടി ആ സെൻസ് ഒന്നുകൂടി പറയോ? I very enjoyed it. Enjoyed that time. No, okay. I enjoyed it. അല്ലെങ്കിൽ I usually enjoy it. Okay. My special musician is favorite. Your favorite musician is okay. Yes. Okay, fine. Okay, very good. അടുത്തത് ആരാ? Okay. My favorite hobby is writing. And I feel more happy while writing. Okay. It helped me to increase my handwriting skills. Yes, very good. That's all. Okay, very good. Next. ഹലോ ഞാൻ പറയാം. സജന പറയൂ. My favorite hobby is gardening. Gardening. I feel very enjoy good. the spirit. My garden is very attractive and so many lot of flowers in my garden. Okay. Very good. Yes. Very good. Next. പറയൂ. My favorite hobby is drawing, especially Drawing. portrait drawings. I feel at ease while drawing. It helps me in visualize pictures in every joyful moment that they are taken. And I'm honored to give it a second chance of drawing them and putting smiles on others' faces. Oh, very good. What is your name? Hina. Hina, very good. Very good. Thank you. So you are a painter. You like to paint also? Yes, I draw and customized works also. Oh, wow. Super. Very good. Next. I'm Priya. Priya. Riya. Riya. പറയൂ Riya. Cooking is my favorite hobby.
My favorite hobby is cooking. Cooking. I am prepare different food items for my children and husband. I prepare. I am ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ING യൂസ് ചെയ്യാം. I am preparing. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജനറൽ കേസാണ് നമ്മൾ പറയാം. അപ്പൊ I prepare various recipe for my family. Okay. I enjoy cooking very well. Okay. My favorite food is chicken biryani. Oh, very good. Very good, very good. So your children will be very happy with you because you are a very good cook, chef. I mean. Okay. I'm Alfonso. Can I say, ma'am? Yeah, sure. Yeah, sure, Alphonse. You can say. What's your My favorite hobby? Hobby is singing and listening to music. Okay. I feel relaxed and I would like to learn songs. Okay. It helped me to be relaxed whenever I am tensed. Okay. And my favorite singers are Chitra and Yesudas. Thank you. Okay. Okay. Very good. Very Moderator, ma'am. Teacher, I am Tia. good. Sia. My favorite hobby is gardening. I feel relaxed that time. It helped me to change my moods. My favorite plant is anthurium. I have more collection of different types of anthuriums. Very good. Short, but very good. Very good hobby. You have a നല്ല execute ചെയ്ത് പറഞ്ഞിട്ടാ. Very good. Okay, thank you, teacher. Well done. Next. ആരാണ് അടുത്തത്? Yeah. Ah. My favorite hobby is gardening. Okay. I feel relaxed and so happy and peaceful mind. It helped me to decrease the tension and increase the happiness. Happiness. Okay. Thank you. You can say about your favorite plant or flower. Anything. Rose. Rose is your favorite. Dahlia. So you have a very good garden in your home, right? Yes. Very good. Okay. അടുത്തത്. Next. Who is next? Ma'am. Okay. Correct. My name is Jiva. Yeah. I love to read books. Okay. My main hobby is reading. Reading. Many types of book I will read, but it is adventure and mystery. I most like it. Okay. Your favorite ones are adventurous novels. Are you reading novels or fiction characters? Which one is your favorite? Novels. Okay. I will read. Who is your favorite novelist? Hello. Which is your favorite? Who is your favorite novelist? Or which is your favorite novel? Ma'am. Hello. കേൾക്കുന്നില്ലേ? ഏതാണ് ഇഷ്ടപ്പെട്ട നോവൽ ഏതാണെന്ന്? അല്ലെങ്കിൽ നോവലിസ്റ്റിന്റെ പേരോ നിങ്ങൾ യു ക്യാൻ ടെൽ. ബ്ലോക്ക് ആവുന്നുണ്ട് മാം. ഹലോ. ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ ജീവ? ക്യാൻ യു ഹിയർ മീ? മാം കേൾക്കാമോ മാം? വിട്ട് എന്താണ് ചോദിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ. നിങ്ങളുടെ അവിടുത്തെ പ്രശ്നമാണ് തോന്നുന്നു. എനിക്കിവിടെ ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ആരാണ്? ഞാൻ പറയട്ടെ മാം. അല്ലാണ്ടൊന്നും അറിയില്ല, എന്നാലും ശ്രമിക്കാം. അതെ, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് റെഡി ആവാം. നമുക്ക് അതിനുവേണ്ടി ഞാൻ എല്ലാവരും ചെയ്യിപ്പിക്കുന്നത്. പറയൂ. അമ്പിളി സജീവ് അല്ലേ? My favorite hobby is listening music. I feel relaxed and feel happy while listening music. I mostly like A.R. Rahman's songs and listening all other songs. ശരിയാണോ? പിന്നെ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കണം എല്ലാം. ജസ്റ്റ് നമുക്ക് പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. ഓക്കെ. എനിക്ക് അറിയുന്നത് പോലും പ്രസന്റ് ചെയ്യാൻ ഭയങ്കര ടെൻഷനാ. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ ഒരു 10 minutes ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ് അമ്പിളി, വെരി ഗുഡ്. ഷെറിൻ പറയാം. My favorite hobby is singing. I feel relaxed and calm while singing. It helped me to decrease my anxieties. My favorite singer is Chitra. Very good. Very well said. Yes, very good. Next, അടുത്തത്. I am Shaija. ഷൈജ പറയൂ. ഷൈജ. My favorite hobby is cooking.
Different food is cooking, especially cake making. I am enjoying this cooking. I'm enjoying cooking. Okay. മാം സിജി പറയട്ടെ. Which is your favorite cake then? You haven't mentioned your favorite cake. Which is your best recipe in cake? പറയാം മാം, അലൂഷ്യ. Alosia പറയാം. My favorite hobby is gardening. Especially, I was watching two old songs to Urvashi ma'am and Manju Vaര്യർ ma'am's films. I was enjoying it. My favorite singer is K. Chitra. I am watching to writer to Kamala Suraya. I like her and a Kada. മാം ഞാൻ പറയട്ടെ. പറയാം. സിജിയാണ്. My favorite hobby is cooking and gardening. I like it because my kids taste my recipe and say yummy and super. Wow, that's wonderful. Okay. Yeah, it helped me find more dishes, variety of dishes, and not to be so choosy, so my kids don't fall for junk food. Oh, that's really nice of you. Then the special thing about my hobby is that I like Chef Pillai. He's my role model. Okay. And my favorite dish is Nirvana by Chef Pillai. Okay. Now I'm like mouth watering now. Okay. Very good, Sridhi. Very good. So your family ഞാൻ will be പറയട്ടെ. very lucky to have you. You are such a good chef. Ma'am, daily I have to make more dishes. Today I made them the sausage. Sausage. And I make them at home. And my kids, they say, I don't want rice. I need pasta. Amma, I need pasta. I say, You it's have not to good for pasta. So you I have say to do only everyday experiments. yes, everything is experiment. Like whatever they like, I will see if they are happy with it and it is healthy. I add more vegetables in it so that they will have the food. That There is is no very problem. healthy. So it Very good. yeah. Very good. Nowadays, jaundice and like dysentery, this all are spreading. So it is very healthy also. Very good, Siji. Very good. Okay, thank you, ma'am. Okay, next. മാം ഞാൻ പറയട്ടെ. ഞാൻ പറയാം. പറയ്. സുബീഷ് or Anish, ആരാണ് പറയാനുള്ളത്? പറയൂ. My favorite hobby is listening music because I am very relaxing to hear a music. Music helps to avoid all sorrows my life. I liked melody type songs. My favorite singer is Sujata and Shreya Ghoshal. There are two. Appa favorite singers are പറയാം. Okay, very good. Very good. Next, Subisha. ഹലോ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹലോ my name is Subisha. My favorite hobby is reading books. I love getting lost in good books, especially in different characters. It helps me to know about new things and expand my knowledge. My favorite book is Pride and Prejudice, and Chetan Bhagat's books are also my favorite. And that's it. Jane Austen. Yes. Thank you. Yeah. Very good. Very good. Ma'am, Then who's next? ma'am, പറയൂ. മാം ഞാൻ പറയട്ടെ. ഹലോ പറഞ്ഞു. ഹലോ സൂര്യ അല്ലേ? സൂര്യ അല്ലേ? സൂര്യ കേൾക്കുന്നില്ലേ? സൂര്യ. അതെ മാം. ഹലോ. പറഞ്ഞോളൂ. പറഞ്ഞോ. പറയട്ടെ മാം. ഹലോ. പറഞ്ഞു. My favorite hobby is Yes. singing. My favorite hobby is singing and listening music. My favorite singers K. Chitra, Yeshudas, Shreya Ghosal and Shweta. My favorite pastime is singing and listening song. I have a lot to sing. Singers. A lot of songs to sing. Okay. So you are a good singer. Hello, ma'am. പറയൂ. Hello. രമ്യ. I am Demya. Yes. Yes. പറയൂ രമ്യ.
I am Demya Saju. My favorite hobby is listening music. My favorite musician Yeshudas. I like very much old film songs in 80 and 90. In the 80s and 90s, your favorite songs are those. Oh, very good. There are Okay, ma'am. Hello, ma'am. a lot of singers here and chefs. Oh, all are very good. Ma'am, Vinita Parade. Yes. Paray. Ma'am, Vinita Parade. Vinita. Yes, paray. My favorite hobby is listening to music. Music is very melodious and very powerful one. When I listening music, that time I forget my tensions and my sadness. My favorite singers are KJ Yeshudas and KS Chitra. I also like Tamil and Malayalam songs. Okay, very good. Well said. Well said. Very good. ഞാൻ പറയട്ടെ. Paray. My favorite hobby is reading English books and watching spoken English classes in YouTube. I like it because I can improve my English in this way. It helps to me while I am studying in this course. Now my favorite book is Perfect English by Hussein Ahmad. Oh, very good. ഇതൊരു വെറൈറ്റി ഹോബി. യെസ്, സാധാരണ നമ്മ എപ്പോഴും ബേസിക്കലി പറയണ പോലത്തെ ഹോബി അല്ല. യു ആർ റിയലി ഗുഡ്. എന്താ പേര്? അഞ്ജും ഫാത്തിമ. Very good, Fatima. Very good. And I hope you all get to know എല്ലാരും ഇതേപോലെ പല പല പുതിയ ഹോബീസ് ഒക്കെ വന്നിട്ട് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് വെരി വെൽ. ഓക്കെ. കുറച്ച് ഓക്കെ, ഇവിടെ കുറച്ച് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മഴയാണ്, കട്ടായി പോകണ്ടെന്നൊക്കെ. കുഴപ്പമില്ല. പറയൂ. Great hobby is dancing. I feel so much happy while dancing. It helped me to increase my energy and strengthen my body. Cinematic dance is my favorite one. Okay. Which is your favorite dancer or choreographer? Asha Sharath. Okay. Okay. Very good. Very good. Then ആരാണ്? ശ്രുതി പറയുന്നുണ്ടോ? Yes, ma'am. I am Sherifa. Ma'am. Ma'am, കേൾക്കുന്നുണ്ടോ ma'am? ആരാ പറയുന്നത്? Shruti. My favorite hobby is traveling. I thoroughly enjoy travels and exploring places. My mind is refreshing and happy to see the places. My favorite travel program is Sanjaram. Okay, very good, very good. അപ്പം വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ നല്ല റെസ്പോൺസ് തന്നെയാണ് എനിക്കിന്ന് കിട്ടിയത്. വെരി ഗുഡ്. നമുക്ക് ഇനി എല്ലാ ദിവസവും എന്റെ ക്ലാസ്സിൽ ഇതേപോലെ ലാസ്റ്റ് ഒരു 10 minutes നമുക്ക് ഇതേപോലത്തെ എക്സസൈസും നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇനി ബാക്കിയുള്ളവർക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് ഇത്രയും ടൈമായി. സോ ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ ക്ലാസ്. സോ